പ്രൈസ് ദി ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ആഴ്ചയും പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണം. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയമകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിന് കാരണമായി തീരണം. മറ്റുമായി സമർപ്പിക്കുന്നപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ നീ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിലൊക്കെ ഒരു നവ ചൈതന്യം വരുവാൻ ഈ ശുശ്രൂഷ കാരണമായി തീരണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങൾ അവിടുന്ന് ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. നിനക്കെല്ലാം മുഖത്ത് ഉറപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അത്ഭുത വിടുതൻ്റെ സാക്ഷ്യം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന ട്രിവാൻഡ്രത്ത് നിന്ന് പ്രിയ സിസ്റ്റർ ലിൻസി സി ജോണാണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. തിരുവനന്തപുരത്ത് നിന്ന് ജോയിൻ ചെയ്തേക്കുന്നല്ലയോ? പ്രോപ്പർ ട്രിവാൻഡ്രം തന്നെയാണോ അതോ? പ്രോപ്പർ ട്രിവാൻഡ്രം എന്ന് പറയാൻ പറ്റത്തില്ല. പിതാവിന്റെ സ്ഥലം എടത്തുവാന്ന് പറയും, തിരുവല്ല. അമ്മയുടെ വീട് കോട്ടയത്താണ്. ഞങ്ങള് ചാച്ചന്റെ ഉപജീവന മാർഗമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയതാണ്. ഓക്കെ ഓക്കെ. അന്നേരം ജനിച്ചു വളർന്നേക്കെ എവിടാ? ഞാൻ ജനിച്ചതൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞങ്ങൾ 3 മക്കളാണ്. രണ്ടാമത്തെ ആളാണ് ഞാന്. ചേച്ചി കോട്ടയത്തൊക്കെ ജനിച്ചത്, വളർന്നതൊക്കെ അവിടാണ്. പിന്നെ എനിക്കൊരു സഹോദരനാണ്. ഞങ്ങൾ 3 മക്കളിലും ഞാൻ രണ്ടാമത്തത്, പിന്നെ ഒരു ആങ്ങള, പിന്നെ ചേച്ചി. ഞങ്ങൾ 3 പേരാണ്. വിവാഹം കഴിച്ചേക്കുന്നത് ട്രിവാൻഡ്രത്ത് തന്നെ. ഓക്കെ സിസ്റ്റർ. ജീവിതാനുഭവങ്ങളെല്ലാം പറയാം, ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. സിസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ലോർഡ്. എന്റെ പേര് ലിൻസി എന്നാണ്, ലിൻസി സി ജോൺ. എന്റെ സ്വന്തം സ്ഥലം ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മണ്ണന്തല എന്ന ദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എന്റെ മാതാപിതാക്കള്, എന്റെ പപ്പായുടെ പേര് സി ജോൺ, പാസ്പോർട്ടിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ അമ്മ ഗ്രേസി ജോൺ. രണ്ടുപേരും, അമ്മ കോട്ടയത്ത് നിന്ന്, എന്റെ അപ്പനെ തലവടിയിൽ നിന്നുമാണ്. അവര് തിരുവനന്തപുരത്ത് വന്നു. ജോലിയുടെ സംബന്ധമായിട്ട് തിരുവനന്തപുരത്ത് വന്നതാണ്. പിന്നെ അവര് ഇവിടെ തന്നെ സെറ്റിൽഡായി. ഞങ്ങൾ 3 മക്കള്, അവർക്ക് ദൈവത്തിന്റെ കൃപയാലും 3 കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് നൽകി. എന്റെ പിതാവ് ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. പിതാവ് ആ രീതിയിൽ നടന്നു. വല്യപ്പച്ചന് 103 വയസ്സ് വരെ സുശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് അവര് താമസമാക്കിയത് ഒരു മർത്തോമയിലെ ഉപദേശിയുടെ ഒരു മാനായിട്ട് ഇവിടെ ജോലിക്കായിട്ട് ഇവിടെ വന്ന് വർഗീസ മോട്ടേഴ്സ് എന്നും പറഞ്ഞിട്ട് പാളയത്ത് അങ്ങനെ വന്നതാണ്. അപ്പൊ താമസിച്ചത് ഒരു ബന്ധക്കോസുകാരുടെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിലാണ്. വീടൊക്കെ അവര് വാടകയ്ക്ക് എടുത്ത് താമസിച്ചത്. അപ്പോഴും ആരാധന സമയത്തൊക്കെ അവര് അവിടെ കടന്നു ചെല്ലും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്റെ അമ്മ ആഭരണം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിതാവും മാതാവും അങ്ങനെയായിരുന്നു, ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ചില അവരുടേതായ ജീവിതത്തിൽ കുറെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ഉണ്ടെന്നും ശക്തമായ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോഴുമാണ് അവർ പൂർണ്ണമായിട്ട് മർത്തോമയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ബെന്തക്കോസ്റ്റിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഇടയായത്. അപ്പോൾ ഞങ്ങളെ 3 കുഞ്ഞുങ്ങളുടെയും മാമോദീസയൊക്കെ മർത്തോമയുടെ അവസ്ഥയിൽ ആ രീതിയിലാണ് ചെയ്തതൊക്കെ. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി അവര് എന്റെ സഹോദരന്റെ ഒരു ജനനത്തോട് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ അമ്മ അനുഭവിച്ചു. അങ്ങനെയാണ് ജീവനുള്ള ദൈവത്തെ അവർ ശരിക്കും അറിയുവാൻ തക്കവണ്ണം ഇടയായത്. അങ്ങനെ അതിൽ നിന്നൊക്കെ മാറി തിരിച്ചു വന്നപ്പോഴേക്കും അവരുടെ കുടുംബത്തിൽ നിന്നും വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. കാരണം ആ ഒരു വലിയ ഒരു പ്രസ്ഥാനത്തിൽ നിന്നവരല്ലേ, അപ്പം അവർക്ക് ഒന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ അവർ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമായിരുന്നു. കാരണം കുടുംബത്തിൽ നിന്ന് ആരുടെയും ഒരു സപ്പോർട്ടോ ഒന്നും മാതാവിന്റെ ഭവനത്തിൽ നിന്നോ പിതാവിന്റെ ഭവനത്തിൽ നിന്നോ ഇല്ലായിരുന്നു. കാരണം ബെന്തക്കോസ്റ്റിലോട്ട് വന്നത് കാരണം അവർക്ക് അവരുടേതായ ചില വിഷയങ്ങൾക്കൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു. പക്ഷെ അവര് പപ്പായും ചാച്ചനും അമ്മയും ശക്തമായിട്ട് തന്നെ ജീവനുള്ള ദൈവത്തെ അവര് മനസ്സിലാക്കിയത് കാരണം ബെന്തക്കോസ്റ്റിന്റെ അനുഭവത്തിൽ തന്നെ കടന്നു വന്നു. പിന്നെ ഞങ്ങളെ 3 മക്കളെയും അവര് ആത്മീയമായ രീതിയിൽ തന്നെയാണ് വളർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ചാച്ച ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ജോലി അവർക്ക് നഷ്ടമായി കഴിഞ്ഞപ്പോഴേക്കും വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും അവര്
ഒരിക്കലും ഈ അനുഭവത്തിൽ നിന്ന് വിട്ടുമാറിയില്ല. പക്ഷെ ബന്ധുമിത്രാദികളൊക്കെ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു നാട്ടിലോട്ട് വാ, നമുക്ക് ഇവിടെ കഴിയാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ തിരുവനന്തപുരത്ത് വന്ന് നല്ല പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, ഒരു പെന്തക്കോസ്തരുടെ ഒരു സമൂഹം അവർക്കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരിക്കലും അവർക്കറിയാം തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെയും അവർക്ക് ആ സമുദായത്തിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് എന്റെ മാതാവിനും പിതാവിനും അറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയും അവരുടെ കണ്ണുനീരും കണ്ടാണ് ഞങ്ങൾ 3 പേരും വളർന്നു വന്നത്. ചാച്ചനും അമ്മയും ഒത്തിരിയും, കാരണം പ്രാർത്ഥിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും ദൈവസേനയിൽ നിന്ന് നേടിയതൊക്കെ. അപ്പം ഞങ്ങളും അതുപോലെ കണ്ടു വളർന്നുവെങ്കിലും പൂർണ്ണമായിട്ടും നമ്മൾ അവര് കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ ആരാധനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒക്കെ തന്നെയാണ്. ഞങ്ങൾ പഠിച്ചു വളർന്നു, ഞങ്ങളുടെ ബാല്യകാലം കഴിഞ്ഞു, യൗവനപ്രായം കഴിഞ്ഞു, ഞങ്ങൾക്ക് ഓരോരോ അവസ്ഥകളിലേക്ക് പോയി. എൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു, അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കുഞ്ഞിനെ ദൈവം തന്നത്. ആ കുഞ്ഞ് ഒരു 4 മാസത്തോളം എൻ്റെ വയറ്റിലുണ്ടായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വന്നു. ബ്ലീഡിങ് ഒക്കെ വന്നപ്പോൾ ഞാൻ അങ്ങനെ വളരെയധികം വിഷമിച്ചു. ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ വിഷമിച്ചു, കാരണം അതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിനൊക്കെ കട്ടി കുറവായത് കാരണം മിക്കവാറും ഈ കുഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ പുറത്തു പോകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ദൈവം ഒരു ദാനമായിട്ട് എനിക്ക് എന്റെ 31ാമത്തെ വയസ്സിലാണ് എന്റെ ആദ്യത്തെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമാകുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ യൂട്രസിന് കട്ടി കുറവാണ്, അപ്പം ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടായാല് ഇതുപോലെ തന്നെ ഈ അവസ്ഥയിൽ തന്നെ 3 മാസം അല്ലെങ്കിൽ 4 മാസം അതിനപ്പുറത്തേക്ക് ആ കുഞ്ഞിനൊരു വളർച്ച, വെയിറ്റ് കൂടുന്തോറും യൂട്രസ് ഓപ്പൺ ആവും, അപ്പൊ ഈ കുഞ്ഞ് പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ കുഞ്ഞ് നഷ്ടമായി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ കുഞ്ഞും അതുപോലെ തന്നെ എനിക്ക് തന്നു. അതും ഇതുപോലെ നഷ്ടമായി. 2 കുഞ്ഞും നഷ്ടമായപ്പോഴേക്കും ഞാൻ അങ്ങ് ഒരു മാനസികമായിട്ടൊരു വിഷമമായി. കാരണം 2 കുഞ്ഞപ്പം ഡോക്ടറിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഞാൻ പിന്നെയും ട്രീറ്റ്മെന്റിലോട്ട് ഡോക്ടറിനെ ഞാൻ അറിയുന്ന ഡോക്ടറിന്റെ അടുത്താണ് പിന്നെയും പോകുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം, നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നാൾ ട്രീറ്റ്മെന്റിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 3ാമതും ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിലേക്ക് ആയി. അതും സെയിം 3.5 മാസമായപ്പോഴേക്കും ഒരു വൈകുന്നേരം ഞാൻ ബ്യൂട്ടീഷ്യനാണ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ താമസിക്കുന്നത്, നമുക്ക് പേര് കേട്ടൊരു പള്ളിയുണ്ട്, വെട്ടുകാട് പള്ളിയുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ വൈകിട്ട് ജോലിയും കഴിഞ്ഞ ഭവനത്തിലേക്ക് വന്ന് ഞാൻ ഒന്ന് വിശ്രമിക്കാന്നും പറഞ്ഞ് ഇരുന്നപ്പോഴാണ് സെയിം അതുപോലെ തന്നെ എനിക്ക് ബ്ലീഡിങ് ആയത്. അപ്പം എനിക്ക് മനസ്സിലായി ഈ കുഞ്ഞു എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് SUT പട്ടം ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഞാൻ എന്റെ മാഡത്തിനെ വിളിച്ച്, പുള്ളിക്കാരി കാറുമായിട്ട് വന്നു. അപ്പൊ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് അമിതമായി രക്തസ്രാവം ഉണ്ടായാണ്. അപ്പം പുള്ളിക്കാരി ഹൈ സ്പീഡിലാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ തന്നെ പെട്ടെന്ന് എന്നെ ലേബർ റൂമിലോട്ട് മാറ്റി. അപ്പൊ തന്നെ ഡോക്ടേഴ്സ് എനിക്ക് അതിൻ്റെതായ മരുന്നുകളൊക്കെ തന്നു. ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് ആദ്യം തന്നത് അവിടെ ചെന്നപ്പോഴേക്ക്. അപ്പം രാത്രി പെട്ടെന്ന് തന്നെ നോക്കുന്ന ഡോക്ടർ രാത്രി 10 മണിയൊക്കെ ആയപ്പോ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നു. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഞാൻ എന്തായാലും ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് ഇപ്പൊ തന്നിട്ടുണ്ട് ലിൻസി, ഓൾറെഡി ബ്ലീഡിങ് ഉള്ളതായതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല, നാളെ രാവിലെ ആവട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്കൊരു സ്കാനിങ്ങും കൂടെ ചെയ്ത് നോക്കാം, എന്നിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതിനെയും അങ്ങ് അത് പോകും, എന്തായാലും സെപ്റ്റിക് ലേബർ റൂമിലോട്ട് മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞു. രാത്രിയിലൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം 2 കുഞ്ഞുങ്ങളും പോയി, ഇത് 3ാമത്തെ കുഞ്ഞാണ്. ഞാൻ അത്രമാത്രം മരുന്നുകൾ എന്ന് വെച്ചാൽ എനിക്ക് ഈ യൂട്രസിന്റെ പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ ആകുന്ന കാരണം അതിനൊക്കെ മരുന്നുകളൊക്കെ ഒത്തിരി എടുത്തതായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം ഞാൻ രാത്രിയിലൊന്നും ഉറങ്ങിയില്ല ശരിക്കും പറഞ്ഞാല്. ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവെ എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു തലമുറ ദൈവം ദാനമായിട്ട്, ദൈവം അങ്ങയുടെ ദാനമാണല്ലോ കർത്താവെ, എനിക്കൊരു കുഞ്ഞിനെ പൂർണ്ണതയോടെ തരുവാനും ദൈവത്തിന് കഴിയുമല്ലോ. എന്റെ വയറില് അത് ഉണ്ടായതാണ്. 2 കുഞ്ഞുങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. നാളെ രാവിലെ ഡോക്ടർ കടന്നു വരും, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോകും. അപ്പോഴും ഈ കുഞ്ഞു എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ ദൈവത്തോട് ഒരു പ്രത്യാശ, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോ ഡോക്ടർ വന്ന് എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ എനിക്ക് തന്നു. എന്നിട്ട് എന്നെ വീൽ ചെയറിലാണ്. അപ്പോഴേക്കും ബ്ലീഡിംഗ് ഒക്കെ അങ്ങ് നിന്നു. എന്നാലും അതിന്റെ ആ ഇഞ്ചക്ഷന്റെ ആ സമയത്തുള്ള അതുകൊണ്ടാണ് ആ ബ്ലീഡിംഗ് ഒക്കെ അങ്ങ് നിന്നത്.
പിന്നെ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് സെപ്റ്റിക് ലേബർ റൂമിലോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്, വീൽ ചെയറിൽ കൊണ്ടുപോവുകയാണ്. അപ്പം വീൽ ചെയറിൽ കൊണ്ടുപോകുമ്പം തൊട്ടടുത്ത് തന്നെ അൾട്രാസൗണ്ട് സ്കാനിന്റെ റൂം കൂടെ ഉണ്ട്. അപ്പൊ മാഡം എൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞതാണ്, നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം ലിൻസി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അതിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ മാഡം എന്നെ അവിടെ കിടത്തിയിട്ട് എന്റെ വയറിൽ ഇങ്ങനെ സ്കാൻ ചെയ്യുവാണ്, അൾട്രാസൗണ്ട് ചെയ്യുവാണ്. അപ്പൊ ഞാൻ കിടക്കുമ്പോഴും മാഡത്തിന്റെ മുഖത്തോട്ടാണ് നോക്കുന്നത്. കാരണം മാഡത്തിന്റെ മുഖമൊക്കെ നെറ്റിയൊക്കെ ചുളിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് ആ ചുളിവ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മാക്സിമം മാഡം നോക്കുന്നത് ഇതിനകത്ത് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കിടക്കുമ്പോഴും എന്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കരയുവാണ് ഞാൻ. കാരണം എനിക്കറിയാം ഇത് പോയെന്നുള്ളത്, എനിക്ക് നന്നായിട്ട് അറിയാം. ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് മാഡം നോക്കുകയാണ്. അപ്പം അവസാനം മാഡം മാക്സിമം നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് വന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ലിൻസി പോട്ടെ ലിൻസി, വിഷമിക്കണ്ട, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമല്ലേ, അപ്പൊ അവിടുത്തെ പ്രാവശ്യം നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ മാഡം പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിക്കുന്നെങ്കിലും എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് അങ്ങ് ഒഴുകാണ്. കാരണം ഒരു തലമുറയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു ഒത്തിരി. അപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞ് എഴുന്നേക്കാന്ന് പറയാൻ വേണ്ടി മാഡം വന്ന് എന്റെ എടുത്ത് ഇങ്ങനെ നമ്മൾ കിടക്കുകയല്ലേ, അപ്പൊ പെട്ടെന്ന് സപ്പോർട്ട് ഒന്ന് എഴുന്നേക്കാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് മുമ്പ് ഒരു പേഷ്യന്റിന്റെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ആ പേഷ്യന്റിന്റെ ഫയൽ അവിടെ മറന്നു വെച്ചു. അവിടുത്തെ ഒരു മെയിൻ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരി കയറി വന്നിട്ട് എന്റെ മാഡത്തിനോട് ചോദിക്കുകയാണ്, അവര് മെഡിക്കൽ സയൻസ് ഭാഷയിലാണ് ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ സെപ്റ്റിക് ലേബർ റൂമിലോട്ട് കൊണ്ടുവന്നതാണ്, ഹൈ ബ്ലീഡ് ആയിരുന്നു, ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അപ്പം ഈ സീനിയർ മാഡം പുള്ളിക്കാരിയോട് പറയണം, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ പിടിച്ചവിടെ കിടത്തി. അപ്പം മാഡം വന്നിട്ട് പിന്നെയും ആ മാഡം തന്നെ വന്ന് എന്നെ അതേപോലെ നോക്കുകയാണ്. നോക്കിയപ്പോ മാഡം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അയ്യോ അതിനകത്ത് ബ്ലീഡിങ്ങിനകത്ത് ഹാർട്ട് ബീറ്റ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഏത് മരുന്നാണ് കൊടുത്തത്? അപ്പം ഇന്ന മരുന്നാണ് കൊടുത്തത് എന്ന് പറഞ്ഞു. ആ മരുന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം, മരുന്ന് കൊടുക്കണ്ട, നമുക്ക് ഒരു 7 ദിവസത്തേക്ക് ഈ പേഷ്യന്റിനെ നമുക്ക് ഇവിടെ ഒന്ന് കിടത്തിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എന്നെ ഈ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി ഫുൾ DNC ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പൊ പെട്ടെന്ന് മാഡം എങ്കിൽ ശരിയെങ്കിൽ ഏത് മരുന്നാണ് അവൻ മാറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ഉള്ളിന്റെ ഒരു പ്രതീക്ഷയെ, കർത്താവെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ ദാനമായിട്ട് തരണേ കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ പെട്ടെന്ന് വന്ന് എന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയില്ല, നേരെ അവരെന്നെ നമ്മൾ കിടക്കുന്ന ICUക്കകത്തുള്ള ഇതിലോട്ട് മാറ്റി. എന്നെ പെട്ടെന്ന് തന്നെ അവര് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ട്രിപ്പൊക്കെ തന്നു തുടങ്ങി. ഒരാഴ്ച എന്നെ അവിടെ കിടത്തി. എന്ന് വെച്ചാൽ ഈ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്താണെങ്കിലും 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ ബ്ലീഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഹാർട്ട് ബീറ്റ് കണ്ടതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഒരാഴ്ചയും കൂടെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെർവിക്സിൽ സ്റ്റിച്ച് ഇടാം, ഉള്ളിൽ ഗർഭപാത്രത്തിൽ സ്റ്റിച്ച് ഇടാം, ഇപ്പൊ ഹാർട്ട് ബീറ്റ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ ബ്ലീഡിങ് കണ്ടപ്പോ എനിക്ക് തന്നെ അറിയായിരുന്നു കുഞ്ഞ് നഷ്ടപ്പെടുന്ന, പക്ഷെ അത്രമാത്രം നമ്മുടെ മനസ്സിനകത്ത് കുഞ്ഞുങ്ങളുടെ അംഗവൈകല്യം ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഏതായാലും 7 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത ഡോക്ടർ പറഞ്ഞു, 9 മാസവും ഫുൾ ബെഡ് റെസ്റ്റ് തന്നെ ആയിരിക്കണം, അനങ്ങാൻ പാടില്ല, കട്ടിലിൽ നിന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമേ എഴുന്നേക്കാവൂ എന്നൊക്കെ എൻ്റെ അടുത്ത് അവരുടേതായ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തതും. അപ്പം അപ്പോഴെല്ലാം ഈ 9 മാസവും എനിക്ക് നമുക്ക് സാധാരണ പോലെയല്ല, 9 മാസവും എനിക്ക് ബ്ലീഡിങ് ആണ്. അപ്പം ഞാനപ്പോ എനിക്ക് പേടിയാണ്, ഇതെന്ന് വെച്ചാൽ ബ്ലീഡ് ആവുന്ന കാണുമ്പോഴൊക്കെ, ഒന്ന് ഉറക്കെ പറയുമ്പോഴോ ഒന്ന് സംസാരിക്കുമ്പോഴോ എല്ലാം ബ്ലീഡിങ്. അപ്പം എന്റെ മനസ്സിനകത്ത് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു, കാരണം കുഞ്ഞിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിക്കുമോ എന്നൊക്കെ. പക്ഷെ എന്റെ മനസ്സിനകത്തൊരു ദൈവം തരുന്നതാണെങ്കിൽ എല്ലാം പൂർണ്ണതയോടെ തരത്തുള്ളൂ. ഞാൻ ദൈവത്തിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച്, കർത്താവെ യഹോവ തരുന്ന ദാനമാണല്ലോ തലമുറ എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു പ്രയാസം ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഡോക്ടറിനെ എല്ലാ മാസവും ഞാൻ പോയി കാണുമ്പം ഡോക്ടർ പറയും, കുഴപ്പമില്ല, ഫുൾ ടൈം കിടക്കുക തന്നെ വേണം, അനങ്ങുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 7-ാം മാസമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ബാത്റൂമിലൊക്കെ പോകാനായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അപ്പം ഈ വെയിറ്റ്, കുഞ്ഞിന് വയറ് വലുതാകുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞു, ചില സമയത്ത് ചില പേഷ്യൻസിനൊക്കെ ഇങ്ങനെ പൈൽസ് പോലെയൊക്കെ വരും, ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അവർ അതിനനുസരിച്ചുള്ള മരുന്നൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു, അധികം പ്രഷർ കൊടുക്കരുത്, കാരണം സ്റ്റിച്ചിലാണ് കുഞ്ഞ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്താണേലും ഒരു 7-ാം മാസം മുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ശരീരത്തിൽ നിന്ന് മോശം പോകാത്തൊരവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നു.
അപ്പൊ അവരതിനുള്ള മരുന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കുറച്ച് 2 മാസത്തെയും കൂടെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ദൈവത്തിന്റെ കൃപയില് ഓഗസ്റ്റ് മാസം 18-ാം തീയതി 2016 ദൈവം എനിക്കൊരു പെൺകുഞ്ഞിനെ ദാനമായി നൽകി. അപ്പൊ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ കുഞ്ഞിന് വെയിറ്റ് ഒക്കെ കുറവാണ്, മാക്സിമം ഒരു നല്ല വെയിറ്റ് കുറവാണ്. അപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞ മാഡം എന്റെ അടുത്ത് വന്നു പെൺകുഞ്ഞാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് വരുമ്പോൾ എന്റെ സിസ്റ്ററാണ് എന്നെ ആദ്യം കാണിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് എന്റെ ശാരീരികമായിട്ട് ഞാൻ കുറച്ച് ബലഹീനതയായിരുന്നു, എനിക്ക് ഷിവറിങ്ങും അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, കുഞ്ഞിന് ശരീരത്തിൽ അവയവങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം എന്റെ സഹോദരിയോട് ചോദിക്കുന്നത്. കാരണം ഈ 9 മാസം എനിക്ക് ബ്ലീഡിങ് ആയതുകൊണ്ട് എന്റെ ഉള്ളിന്റെ ഉള്ളില് കുഞ്ഞിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞായിരിക്കുമോ എനിക്ക് ലഭിച്ചതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ദൈവം പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു കുഞ്ഞിനെയാണ് ദൈവം എനിക്ക് തന്നത്. എന്തായാലും മോളെ എനിക്ക് ജനന ഭവനത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം പ്രസവത്തിൻ്റെതായ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. രാത്രിയിലൊക്കെ എനിക്ക് ഭയങ്കര വിട്ടുള്ള പനി, രാവിലെ പനിയില്ല, അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നു. അപ്പം ഈ കുഞ്ഞിനെ കിട്ടിയപ്പം ഞാൻ കൂടുതലും കുഞ്ഞിനോടുള്ള ഇത് വന്നപ്പോൾ ഞാൻ ഇത് ശ്രദ്ധിക്കാതെ വന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒട്ടും ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് എനിമ തന്നാലേ എന്റെ നാത്തൂന് നേഴ്സാണ്. അപ്പം അവള് എനിക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ എനിക്ക് എനിമ തരും. അപ്പൊ എനിമ തരുമ്പോഴേ എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ 2 ദിവസം നമുക്ക് മോഷൻ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം. അപ്പൊ എനിക്ക് ഞാൻ കിടന്നങ്ങ് എന്താ പറയണ ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ, നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോ അവര് പറഞ്ഞു അത് ഇന്റേണൽ പൈൽസ് ആണ്, അപ്പം പുറത്തോട്ടൊന്നും വന്നിട്ടില്ല, അപ്പൊ ബ്ലീഡിങ്ങും ഉണ്ട്. അപ്പോഴെനിക്ക് ഞാൻ ക്ഷീണിച്ചു അങ്ങ് പെൻസില് പോലെ അങ്ങ് ആകുന്ന ഒരു അവസ്ഥയിലോട്ടായി. അപ്പം ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം, ഒരു ഓപ്പറേഷൻ ചെയ്യണം, ഹെമറോയിഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ശരി, അപ്പം സാധാരണ എല്ലാവർക്കും ഈ പൈൽസിന്റെ ഒക്കെ അസുഖം ഉണ്ടാകുന്നതാണല്ലോ എന്നോർത്തിട്ട് ഞാൻ അപ്പൊ തന്നെ എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, എനിക്ക് എന്നെ ഓപ്പറേഷൻ ചെയ്തു. അപ്പം ഈ ഒത്തിരി മരുന്നുകളൊക്കെ എടുത്തതിൻ്റെതായ പുതിയ അനസ്തേഷ്യ തരുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പം ഡോക്ടർ പറഞ്ഞു, പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടും എനിക്ക് മോശം പോകുന്നില്ല. പിന്നെയും ഡോക്ടറിന്റെ അടുത്ത് തന്നെ ഞാൻ ഫോളോ അപ്പിന് വരികയാണ്, സാറേ എനിക്ക് പിന്നെ. അപ്പം ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പത്തിന്റെ അച്ചിന്ന് മാവ് വരുന്നത് പോലെ ആ ഒരു നൂല് പരുവത്തിലാണ് എനിക്ക് മോശം വരുന്നത്. അപ്പൊ ഞാൻ അറിയുന്നില്ല എന്റെ ശരീരത്തിനകത്തൊരു മുഴയുള്ള കാര്യം, അത് ഞാൻ അറിയുന്നുമില്ല. അപ്പം മലം പോകാനുള്ള ഒരു ചാൻസും ഇല്ല. ഡോക്ടർ കണ്ടുപിടിച്ചതിൽ ഒരു ബയോപ്സിക്ക് പോലും വിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പിന്നെ എനിക്ക് ഇത് എന്താണ് ഇത് കാരണമെന്ന് അറിയാതെ, അപ്പൊ എനിക്ക് എന്റെ ശരീരത്തിൽ എനിക്കറിയാം ഉള്ളിൽ എന്തോ ഒരു തടസ്സം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ വീട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ അവര് പറയും എന്റെ പേടി കൊണ്ടാണ്, നിനക്ക് ടെൻഷൻ കൊണ്ടാണെന്ന്. എന്താണേലും എനിക്ക് അറിയാവുന്ന വേറൊരു ഡോക്ടർ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ലിൻസി ഒരു കാര്യം ചെയ്യ്, വേറൊരു ഡോക്ടറെ പോയി കാണും, ഇദ്ദേഹത്തെ കാണണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തിരുവനന്തപുരത്തുള്ള പ്രഗത്ഭനായ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ശങ്കര സാറ്. അങ്ങനെ ഞാൻ സാറിനെ പോയി കാണാൻ, അപ്പൊ മോക്കൊരു 8 മാസമായി കാണും. അപ്പം കൊണ്ട് കാണിച്ചപ്പോ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കൊളോണോസ്കോപ്പി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കൊളോണോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലിട്ട് അപ്പോഴത്രയും ടൈമുകൾ ഇങ്ങനെ പോവുകയാണെന്ന്. അപ്പൊ ഞാനൊന്നും അത്രയും മനസ്സിൽ നിന്നും വിചാരിച്ചില്ല ഈ ചെയ്തത് ശരിയാകാത്തത് കൊണ്ടായിരിക്കാം, ഓപ്പറേഷൻ ചെയ്തത് ശരിയാകാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ കൊളോണോസ്കോപ്പി ചെയ്ത് അന്ന് റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് CA റെക്റ്റമാണ്, മലാശയ ക്യാൻസർ എന്ന് പറയും. അത് 3rd സ്റ്റേജോളം കഴിഞ്ഞു, 4th സ്റ്റേജിന്റെ ആരംഭമായിരുന്നു എന്നുള്ളത്. പിന്നെ എന്റെ ജീവിതത്തിന് ഒന്നും എനിക്ക് മുന്നോട്ട് കേട്ടപ്പോ റിസൾട്ടും കൊണ്ട് സാറിന്റെ അടുത്തോട്ട് ചെന്നപ്പം സാറ് കൺസൾട്ടിങ് ഫീസ് പോലും വാങ്ങിച്ചില്ല. കാരണം സാറിന് എന്റെ ഈ കുഞ്ഞുമായിട്ട് ഞാൻ ചെന്ന ആ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എന്താകുമെന്നും എല്ലാം ഞാൻ ഭയന്നുപോയി, വിഷമിച്ചു പോയി. കാരണം മരണത്തെ മുഖാമുഖമായിട്ട് കണ്ട ഒരു അവസ്ഥയാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ കുഞ്ഞിനെ സൈറ്റിൽ പോകുമെങ്കിലും ആ RCCയുടെ ഫ്രണ്ട് വഴി ഞാൻ പോകുമ്പം തല ചെരിച്ചാണ് വണ്ടി ഓടിച്ചു പോകണം. എനിക്ക് പേടിയാണ് ഒന്നാമത്തെ കാര്യം, അത് കാണാൻ തന്നെ പേടിയാണ്, ആ ബോർഡൊക്കെ വായിക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ സ്ഥലത്തോട്ട് ഞാൻ വണ്ടി ഓടിച്ചു പോലും പോകാറില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലണം, മെഡിക്കൽ കോളേജിൽ ചെല്ലണം, ഡോക്ടേഴ്സിനെ സാറ് തന്നെ പരിചയപ്പെടുത്താണ്, ഇന്ന ഡോക്ടർ നല്ലൊരു സർജനാണ്, മെഡിക്കൽ കോളേജിലാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ മെഡിക്കൽ കോളേജിൽ ഞാൻ എൻ്റെ അമ്മയും ഞാനും ചേച്ചിയും കൂടെ ആയിട്ട് പോവുകയാണ്. ചെന്നപ്പം അവര് ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അവർക്ക് പിന്നെ ഇങ്ങനെ മാനുഷിക പരിഗണനയൊന്നും ഇല്ല, ഒരു മുഖത്ത് നോക്കി അങ്ങ് പറയുമല്ലോ.
ഇതാണ് പ്രശ്നം. 4th സ്റ്റേജിലോട്ട് പോവുകയാണ്. അത് മാക്സിമം നമുക്കറിയില്ല എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുള്ളത്. സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത് പ്രശ്നമായിരിക്കും. എന്നൊക്കെ അവര് ദിവസവും ആയിരക്കണക്കിന് രോഗികളെ കണ്ടുകൊണ്ടായിരിക്കും. ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അവരെ അറിയണില്ല. അപ്പം നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ചിന്താഭാരത്തോടെയാണ് നമ്മൾ അവിടെ എന്നുവെച്ചാൽ നിർജീവാവസ്ഥ. അവിടെ ചെന്നപ്പോ ഒരു സന്തോഷമൊന്നുമില്ല. കാരണം ഒരു കുഞ്ഞിനെ തന്നു, ഈ അസുഖമായി ഞാൻ ഇനി എത്ര നാൾ ജീവനോടെ ഭൂമിയിൽ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിലോട്ടാണ് ഞാനിപ്പോ പോയത്. അപ്പം ഞാൻ ഒത്തിരിയും കരഞ്ഞു. ഫ്രണ്ടില് ആ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്ന ഒത്തിരി വിട്ടങ്ങ് നിലവിളിച്ചങ്ങ് കരഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ഒരു അസുഖം എനിക്ക് ദൈവം തന്നതെന്നൊക്കെ ഞാൻ അങ്ങ് ഓർത്തു, ഭാരപ്പെട്ടു. അപ്പം അവര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, റേഡിയേഷൻ ചെയ്യണം. റേഡിയേഷൻ ചെയ്ത് ഈ മുഴ ഒന്ന് ചുരുങ്ങിയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ എനിക്ക് മോശം പോകുന്നില്ല. അപ്പൊ ഈ മോശം പോകാതെ വരുമ്പോ ഞാൻ ഈ എലിവിഷൻ എന്ന എലിയുടെ അവസ്ഥയാണ്, ഓടുകയാണ്. കാരണം ഇതെങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്താണേലും റേഡിയേഷൻ ഒരു 26 റേഡിയേഷൻ പറഞ്ഞു, ആഴ്ചയിൽ 5 ദിവസം. വളരെയധികം ബുദ്ധിമുട്ടുള്ള റേഡിയേഷൻസ് ആയിരുന്നു. ഈ 26 റേഡിയേഷനും വളരെ വേദനയോടുകൂടെ തന്നെയാണ് അത് എടുക്കേണ്ടി വന്നത്. ഓരോ റേഡിയേഷനും കഴിഞ്ഞ് വരുമ്പോഴും അതിൻ്റെതായ ശരീരത്തിൻ്റെതായ ബലങ്ങളെല്ലാം കുറഞ്ഞു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ശരീരമെല്ലാം ക്ഷീണിച്ച് പെൻസിൽ പോലെ ആകുന്ന ഒരവസ്ഥയെ. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാനസികമായിട്ട് ഞാൻ അങ്ങ് തകർന്നു പോയി. എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പം ഡോക്ടർ 26 റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടറിനെ വന്ന് കാണണമെന്ന് പറഞ്ഞു. കാണുന്ന വെച്ചാൽ അടുത്ത് ഇനി ഓപ്പറേഷൻ ആണ്, ഡേറ്റ് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് ഇനിയിപ്പം എനിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവര് കൊളോട്സമി ബാഗ് ഇടുക, ആജീവനാന്തം എന്ന് വെച്ചാൽ ഞാൻ എന്റെ മരണം വരെയും പുറത്ത് മോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബാഗ് ഇടുക, അതല്ലാതെ വേറൊരു ഓപ്ഷൻ അവർക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇതിപ്പം എങ്ങനെയാന്ന് വെച്ചപ്പം നമുക്കറിയാൻ പറ്റില്ല എത്രത്തോളം ഇതാണ്, എന്തായാലും ബയോപ്സിക്ക് നമ്മൾ അത് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ടു. അവര് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞു ഇന്ന ദിവസം നമുക്ക് അഡ്മിറ്റ് ആവണം. അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റുകളിനെല്ലാം അവർ എഴുതി തന്നു. ഇന്ന ടെസ്റ്റുകൾ എഴുതണം, ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ എല്ലാ പേർപ്പസും വാങ്ങിച്ചു, വീട്ടിൽ വന്ന്. കാരണം നാളെ കഴിഞ്ഞ് എനിക്ക് അഡ്മിറ്റ് ആവണം, അതിന് മുമ്പേ കുറെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതെല്ലാം ചെയ്യണം. അന്ന് ഞാൻ രാത്രിയിൽ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് ദൈവം എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത്. എന്നെ സ്നേഹിക്കുന്നെന്നറിയാവുന്ന ഓരോ അവസ്ഥകളിൽ കൂടെയാണ് ഞാൻ കടന്നുപോയത്. ഞാൻ ജോലിയും കഴിഞ്ഞ് ഞാൻ പിന്നെ ജോലിക്ക് പോകുന്നില്ല, വീട്ടിലിരിക്കുമ്പോൾ എന്റെ മാഡം പെട്ടെന്ന് എന്നെ വിളിക്കുകയാണ്. ഷോപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എനിക്ക് നേരത്തെ അറിയുന്ന ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ധന്യ. പുള്ളിക്കാരി RCCയിലെ ഒരു ഡോക്ടറായിരുന്നു. പുള്ളിക്കാരി പിന്നെ ബിലീവേഴ്സിൽ വർക്ക് ചെയ്യുവാണ്. കുറെ നാളുകൊണ്ട് ഒരു 3 വർഷമായിട്ട് ഞാൻ പുള്ളിക്കാരിയായിട്ട് കാണുന്നില്ല. അന്ന് വൈകിട്ട് ഷോപ്പ് അടയ്ക്കാൻ സമയം പുള്ളിക്കാരി ഓടി അവിടെ വരികയാണ്. അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, നാളെ കഴിഞ്ഞ് ലിൻസി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയാണ്, ലിൻസിക്ക് ഇന്നതാണ് വിഷയം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യോ അതെങ്ങനാ, ലിൻസി എന്തിനാ മെഡിക്കൽ കോളേജ് ചെയ്യുന്നത്, ലിൻസിയുടെ അസുഖം ഇതല്ലേ, അത് കാണിക്കേണ്ടത് ഓങ്കോ സർജൻസിനെ അല്ലേ കാണിക്കേണ്ടത്, മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിനാകുമ്പോ അത്രയും അത് അവര് നല്ല ഡോക്ടേഴ്സ് ആണ്, പക്ഷെ അസുഖം ഇതായതുകൊണ്ട് അതിന്റെ തന്നെ സ്പെഷ്യൽ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പോകുന്നത്. ലിൻസി ഉടനെ എന്നെ വിളിച്ചു, മേഡം ഉടനെ എന്നെ വിളിച്ചു. ലിൻസി എല്ലാ പേപ്പേഴ്സും എനിക്ക് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാനറിയാമോ ഇതെല്ലാം വാട്സപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷെ വാട്സപ്പ് ചെയ്ത് രാത്രി 10-11 മണിയോളമായി. വീട്ടുകാരെല്ലാരും കൂടെ അങ്ങ് എതിർത്ത്. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആവേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വെച്ചേക്കുവാണ്. അപ്പൊ പോവാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഒന്ന് പോയി നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഒന്നും അറിയാതെ ചെയ്തതാണ് ഇത്രയും ഇത് 4th സ്റ്റേജിലോട്ട് വന്നത്. ഇനിയിപ്പം മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് പറഞ്ഞു ഡേറ്റ് അനുസരിച്ച് നമ്മൾ പോയില്ലെങ്കിൽ ഇനി വേറൊരു ഓപ്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞ് അവരൊരു സൈഡിൽ നിന്നും ഡോക്ടർ എന്നെ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ലിൻസി ഒരിടത്തും പോകരുത്, RCC തന്നെ പോകണം. എന്റെ പേർപ്പസ് എല്ലാം ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനെ, എനിക്ക് അറിയാവുന്ന ഡോക്ടറുണ്ട്, ഞാൻ ഇപ്പൊ അവിടെ ഇല്ല, നാളെ തന്നെ ലിൻസി പോയി കാണണം എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് വരട്ടെ, ചിലപ്പോൾ ദൈവം ഒരു ദൂതനെ ഇറക്കിയതായിരിക്കാം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ ചെന്നു, RCC ചെന്നു. സാധാരണ RCCയിലൊന്നും ഒരിക്കലും ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കില്ല. കാരണം നമ്മൾ അവിടെ ചെന്ന് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം അവർ ഓരോ സെക്ഷനിലോട്ട് നമ്മുടെ രോഗത്തിനനുസരിച്ചിട്ടാണ് വിടുന്നത്. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അവിടെ ഡോക്ടർ വെയിറ്റ് ചെയ്ത്, അവിടുത്തെ ഡോക്ടർ മെയിൻ ഡോക്ടറാണ് സാറ്. അപ്പം ഞാൻ വന്നു, ഞാൻ പറഞ്ഞു ഇന്ന ആള് പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞു. സാർ ബാക്കിയുള്ള ഡീറ്റെയിൽ തന്നെ അവരെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇന്ന ഈ ക്ലിനിക്കിലാണ് എന്നെ വിട്ടത്, എന്റെ വയറിന്റെ അസ്വസ്ഥത. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവരെല്ലാം ബാക്കിയുള്ള പേർപ്പസ് എല്ലാം നോക്കി അവരുടേതായ എല്ലാ
ടെസ്റ്റുകളും അവർക്ക് ചെയ്യണമായിരുന്നു. ആ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇതെങ്ങനെയാണ് ഇതിപ്പം? അപ്പൊ മാക്സിമം അവര് പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾക്ക് മാക്സിമം സേവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊളോട്സമി ബാഗ് പുറത്തിടേണ്ടി തന്നെ വരും. കാരണം സ്റ്റേജ് ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇത് എവിടെ വരെ സ്പ്രെഡ് ആയെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ നിരാശയാണ്. തിരിച്ചെല്ലാം വരുമ്പോഴൊക്കെ നിരാശയാണ്. കാരണം സ്പ്രെഡ് എത്രത്തോളം ആയെന്നുള്ള അറിയില്ല അകത്തത്. അതിനിപ്പം CT ഒക്കെ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. എന്താണേലും ഒരു CT സ്കാൻ ചെയ്തപ്പോഴേക്കും അതിനകത്ത് റെക്ടത്തിനകത്ത് 2-3 സ്ഥലത്താണ് ഈ മുഴ ഉള്ളത്, റെക്ടം. പക്ഷെ ആ റേഡിയേഷൻ ചെയ്തുകൊണ്ട് മുഴ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായെങ്കിലും സ്മോൾ ആയെങ്കിലും അതിനകത്തൂടെ ഭയങ്കര ഇതായ രീതിയിൽ ബ്ലീഡിങ്ങും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവരെന്തായാലും ഡോക്ടേഴ്സ് പറഞ്ഞു മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി നോക്കാം, കീമോ ചെയ്യേണ്ടി വരും, അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും, മേജർ ഓപ്പറേഷൻ ആണ്, എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഈ വിഷയങ്ങളെല്ലാം ഞങ്ങളുടെ സഭ മൊത്തം ഏറ്റെടുത്ത് അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കാരണം ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. ഞാനും മാനസികമായിട്ട് അങ്ങ് തകർന്നുപോയി. കാരണം ഈ അസുഖം ഇതാണ്, നാളെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, സ്റ്റേജ് ഇതുപോലത്തെ അവസ്ഥയാണ്. ഡോക്ടേഴ്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നു, അവരുടേതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താണേലും വലിയൊരു ഓപ്പറേഷനാണ് ചെയ്തത്. മെയ് മാസമാണ് അത് ചെയ്തത്. രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 7 മണിയായപ്പോ എന്നെ തിയേറ്ററിൽ കയറ്റിയതാണ്. തിയേറ്ററിൽ കയറ്റി പറഞ്ഞ ഡോക്ടേഴ്സ് ഒക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പിന്നെ എന്നെ വിളിക്കുമ്പോൾ രാത്രി 7 മണി കഴിഞ്ഞു. മേജർ ഓപ്പറേഷൻ ആയിരുന്നു. ഞാൻ പുറത്തു വരുമ്പോ എന്റെ സഹോദരങ്ങളെല്ലാം പുറത്ത് നിപ്പുണ്ട്. പക്ഷെ അവരും പേടിച്ചു പോയി. കാരണം എനിക്ക് മുമ്പും അതിന് ശേഷമൊക്കെ ഉള്ള ഒത്തിരിയും പേര് കഴിഞ്ഞിട്ട് ഇറങ്ങി, എന്നിട്ട് എന്നെ മാത്രം പുറത്തു കൊണ്ടുവന്നില്ല. അവർ വിചാരിച്ചിനി എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന് അറിയില്ലല്ലോ. അപ്പം വെള്ളം പുതപ്പിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവര് പേടിച്ചു പോയി. അതൊക്കെ പിന്നീടാണ് ഞാൻ ഇതൊക്കെ അവർ പറയുമ്പോഴാണ് അറിയുന്നത്, അവർ അനുഭവിച്ച അവരുടെ സംഘർഷാവസ്ഥകള്. എന്നാലും സ്വർഗത്തിലെ തമ്പുരാൻ അവിടെ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവന്നു. പുറത്ത് കൊണ്ടുവന്നപ്പോഴേക്കും എന്റെ സൈഡില്, വലത് സൈഡിൽ ഒരു ബാഗോട് കൂടിയാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്, മോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. പിന്നെ ആ സൈഡിൽ ഉള്ള കൊളോട്സമി ബാഗിലാണ് എന്റെ മോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തത്. എനിക്കന്ന് 33 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. വളരെ മാനസിക വിഷമത്തിൽ കൂടെയാണ് ഞാൻ ആ സമയത്ത് പോയത്. കാരണം നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത അവസ്ഥകളൊക്കെയാണ് അന്ന് എന്റെ ജീവിതത്തിൽ വന്നത്. കാരണം എന്റെ ശരീരത്തിൽ നിന്ന് അത് പുറത്തു പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ തന്നെയാണ് പുറത്തോട്ട് പോകുന്നത്, ഈ സൈഡ് വഴി. നമ്മൾ കഴിക്കുന്ന കരിയേപ്പില, തക്കാളിയൊക്കെ അതൊക്കെ കാണും. അത് സൈഡ് വഴി അതിങ്ങനെ അത് വൃത്തിയാക്കണം. സൈഡ് നമ്മൾ ഒട്ടിക്കുമ്പോൾ അത് പൊട്ടും. സൈഡിൽ കൊളോട്സമി ബാഗ് ഒട്ടത്തില്ല, ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ അതിനുള്ള മരുന്നുകൾ ഉണ്ടാവും. നമ്മളൊന്ന് രാത്രിയിൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കിടക്കുമ്പോഴേക്കും സൈഡ് വഴി ലീക്കേജ് ആവും, ഉറങ്ങാനൊക്കത്തില്ല. നേരം വെളുപ്പിച്ച പല ദിവസങ്ങളും, കണ്ണീരൊഴുക്കിയ പല ദിവസങ്ങളും. എന്താണ് ഇങ്ങനെ ദൈവമേ, ഒരിടത്ത് പോകാൻ പറ്റാതായി പോകുമോ, കൊച്ചിനെ എടുക്കാൻ പറ്റത്തില്ല, ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു തരുന്ന ഹൈ ഡോസ് മരുന്നുകൾ. അപ്പോഴേക്കും എന്റെ ശരീരം മൊത്തവും അങ്ങ് വല്ലാതെ കറുത്ത്, പല്ല്, നഖം, എന്റെ ശരീരം, കാലിന്റെ പാദങ്ങൾ, കൈയുടെ പാദങ്ങൾ എല്ലാം അങ്ങ് വല്ലാത്ത രീതിയിൽ ആ മരുന്നിന്റെ എഫക്റ്റ് അവരതും പറഞ്ഞായിരുന്നു. പക്ഷെ അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടാകുന്ന അവസ്ഥ. കാരണം എന്നെ കാണാൻ വന്നവർ പലരും എന്റെ അവസ്ഥ കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ഒരവസ്ഥ ഞാൻ കണ്ടു. കാരണം ഇങ്ങനെ ഒരു മൃഗപ്രായമായിട്ട് കിടക്കുന്നവരൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന്. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു കീമോ സ്റ്റാർട്ട് ചെയ്യണം. 6 കീമോ ഉണ്ട്. കീമോയ്ക്ക് ഇത് ഇന്ന എഫക്ട്, ബാലൻസ്, ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ഓരോ കീമോ കഴിയുമ്പോഴും അടുത്ത കീമോ 21 ദിവസം കഴിയുമ്പോൾ അടുത്ത കീമോ. അതിന് നമ്മുടെ ബോഡി നല്ല പെർഫെക്റ്റ് ആയിരിക്കണം, ഇത്രയും ബ്ലഡ് കൗണ്ട് വേണം. അപ്പൊ അതനുസരിച്ച് വേണം നമ്മളെ. പക്ഷെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു കീമോ കഴിഞ്ഞപ്പോഴേക്കും വായെല്ലാം അങ്ങ് പൊട്ടി, ശരീരം മൊത്തവും നടക്കാൻ പോലും പറ്റാതെ ഞാൻ വിറയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. ബാത്റൂമിൽ ചെന്നൊക്കെ ഇരിക്കുമ്പം എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റൂല. നമ്മുടെ വിയർപ്പിന് പോലും ആ കീമോയുടെ മരുന്നിന്റെ മണമാണ്. നമ്മള് അത്രയും ഒരു കീമോ കഴിഞ്ഞ് അടുത്ത 21 ദിവസം കഴിയുമ്പോൾ അടുത്ത കീമോ, അങ്ങനെ 6 കീമോ എടുക്കണം. അപ്പം ഓരോ കീമോ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, ആ കീമോ വാർഡൊന്നും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റൂല. ദൈവം എത്രത്തോളം അവിടെ ആ ഒരു വാർഡിനകത്ത് ഓരോ മനുഷ്യന്റെ അവസ്ഥകൾ, ആർക്കും ഒരു സന്തോഷമില്ല. അന്യോന്യം എല്ലാവരും വന്നിരിക്കുന്നെങ്കിലും ആർക്കും സന്തോഷമില്ല. പക്ഷെ എനിക്ക് കീമോയ്ക്ക് മരുന്ന് ട്രിപ്പ് തന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്റെ ശരീരത്തിന്റെ ബോഡി ഫുൾ അങ്ങ് ഭയങ്കരമായിട്ട് വിറയല് പോലെ വരുന്നു, ഷിവറിങ് വന്നിട്ട്. എല്ലാവരും ഒരു ദിവസം ഫുൾ ഷിവറിങ് ആയിരുന്നു. അവസാനം ആ റൂമിലെ എല്ലാ AC അവർ നിർത്തി ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടിട്ടു.
കാരണം എനിക്ക് അത് അത്രയും എടുക്കാൻ പറ്റുന്നില്ല. രാവിലെ നമുക്ക് ഒരു കീമോ തെറാപ്പി തുടങ്ങി കഴിഞ്ഞാൽ ഡ്രോപ്പ് ആയിട്ടാണ് വരുന്നത്, പക്ഷെ അത് തീർന്നത് വൈകുന്നേരം വരെയാണ്. ട്രിപ്പ് പോലെയാണ് തരുന്നതെങ്കിലും, കാരണം അത്രയും എഫക്റ്റ് ഉള്ള മരുന്നാണ് തരുന്നത്. അവര് പറഞ്ഞായിരുന്നു, അകത്ത് കയറ്റുന്നതിന് മുന്നേ പറഞ്ഞു, ഡോക്ടേഴ്സ് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും, ഇന്ന കാര്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും, ഇന്ന വിഷയങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ സമ്മതമാണെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ചെയ്യാതിരിക്കാനും ഒക്കില്ല, കാരണം നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കളെ മൊത്തം ഒരു കൊല്ലുന്നതാണല്ലോ ഇത്. പക്ഷെ രണ്ടാമത്തെ കീമയൊക്കെ ആയപ്പോഴേക്കും അവര് പറഞ്ഞു മുടിയൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, എന്തായാലും നമുക്കത് പോകുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഈ സ്കാർഫ് എല്ലാം വാങ്ങിച്ചു വെച്ചു. പക്ഷെ 6 കീമോ എടുത്തെങ്കിലും മുടിയൊന്നും ദൈവത്തിന്റെ കൃപയിലൊന്നും പോയില്ല. പിന്നെ പതുക്കെ പതുക്കെ ഞാൻ ഓരോ ഇത് കഴിയും തോറും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ദൈവം അവിടെ എല്ലാം ഇങ്ങനെ നടത്താൻ തുടങ്ങി ഓരോ. അപ്പൊ എനിക്കറിയാം ഞാൻ മരിച്ചു പോകുന്ന എന്റെ ഉള്ളിൽ നല്ല ഒരു ഇതുപോലെ തോന്നി. എനിക്ക് ഈ അസുഖം ഇതാണല്ലോ. അപ്പൊ എന്റെ അടുത്ത് ഒരു വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞു, നീ ദൈവത്തെ അറിഞ്ഞിട്ട് നിനക്കെന്താണ് ഈ അസുഖം വന്നത്? നിങ്ങളൊക്കെ വലിയ പ്രാർത്ഥനക്കാരല്ലേ, നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ഇത് വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, എന്റെ അപ്പനും അമ്മയും സത്യദൈവത്തെ വിളിച്ച് അറിഞ്ഞവരാണ്, ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ ആരും സപ്പോർട്ടല്ലായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നതെന്ന് ദൈവത്തോട് ചോദ്യം ചോദിപ്പാൻ പാടില്ല. പക്ഷെ സ്വർഗത്തിലെ തമ്പുരാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നതെന്ന്. കാരണം ഒരു ബന്ധു, അല്ലെങ്കിൽ മാതാപിതാക്കൾ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞവരാണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, ദൈവസന്നിധിയിൽ നമുക്കൊരു സാക്ഷ്യം വേണമല്ലോ. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലോർത്തു, ഈ പറഞ്ഞവരുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഈ ഒരു അസുഖത്തോടെ ഞാൻ മരിക്കാൻ പോകുന്നില്ല, ദൈവം എന്നെ ഇവിടെ നിന്ന് വിടിവിക്കും, അനേകരുടെ മധ്യേ ദൈവം എന്നൊരു സാക്ഷ്യമായിട്ട് നിർത്തും. അതെനിക്ക് എന്തോ മനസ്സിലായ, പെട്ടെന്ന് എന്റെ വായിൽ വന്നതാണ്. ഞാൻ മരിക്കും, ഞാൻ ജനിച്ചതുകൊണ്ട് ഞാൻ മരിക്കും, പക്ഷെ ഈ രോഗത്താൽ ദൈവം എന്നെ ഉടനെ ഈ ലോകത്തു നിന്ന് തന്നെ മാറ്റത്തില്ല എന്ന് എന്നെ പെട്ടെന്ന് അങ്ങ് പറയാൻ തക്കവണ്ണം ഇടയായി. അപ്പം പലരും എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്ത് വരുന്ന പലരും പല രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ഇന്ന അസുഖം വന്നു, ഇത്രയും സ്റ്റേജ് പോലും ആയില്ല, അവര് മരിച്ചു, ഇവര് മരിച്ചു എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആദ്യം ഭാരപ്പെടും, കർത്താവേ, ദൈവം എനിക്കൊരു കുഞ്ഞിനെ ദാനമായിട്ട് വന്നു, ഞാൻ അതിനെ വളർത്തുന്ന എങ്ങനെ, എനിക്ക് രോഗം ഇങ്ങനെ ആയി പോയല്ലോ. അപ്പൊ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഹിസ്റ്ററി ചോദിച്ചു. കാരണം സിയ റെക്ടം എന്ന് പറയുന്നത് ഈ സാധാരണ ഈ 60 വയസ്സ് കഴിഞ്ഞ് 65 വയസ്സ് കഴിഞ്ഞവർക്കാണ് കൂടുതൽ ഇത് വരുന്നത്. ഇയാൾക്ക് എങ്ങനെ വന്ന, ഇയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആർക്കെങ്കിലും, പിതാവിന്റെ ഫാമിലിയിലോ മാതാവിന്റെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഈ അസുഖം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്റെ ഫാമിലി, മാതാവിന്റെ പിതാവിന്റെ ഫാമിലി ഒന്നും ആർക്കും ഇങ്ങനെ ഇത് ഉണ്ടായതായിട്ട് എനിക്ക് അറിവില്ല, നമ്മൾ അന്വേഷിച്ചപ്പോ ആർക്കും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ എന്നിൽ കൂടെയാണ് ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ സിയ റെക്റ്റം സാധാരണ പലർക്കും ബ്രസ്റ്റിലും അങ്ങനെ യൂട്രസിലൊക്കെ വരാറുണ്ട്. റെക്റ്റം ഒക്കെ ഒത്തിരി പ്രായമുള്ളവർക്ക് വരുന്ന രോഗമാണ്. പിന്നെ എന്റെ ഫുഡ് ഹാബിറ്റ് ഒക്കെ അവർ ചോദിച്ചു. സാധാരണ നമ്മൾ കഴിക്കുന്നത്, പക്ഷെ എന്താണെങ്കിലും ദൈവനാമ മഹത്വത്തിനാണ് ദൈവം ഇത് എനിക്ക് വരുത്തിയെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം അതുകൊണ്ട് ഇന്ന് അനേകരുടെ മധ്യ എനിക്കൊരു സാക്ഷ്യമാക്കി നിർത്താൻ ദൈവം എന്നെ ഇടയാക്കി. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലോകത്തൊന്നും മാറ്റപ്പെടുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ്. കാരണം ഓരോ കീമോ കഴിയുമ്പോഴും ഞാൻ അത്രമാത്രം ശരീരം കൊണ്ട് ഞാൻ ബലഹീനപ്പെട്ടത്, എനിക്ക് ആരോഗ്യം തിരിച്ചു വരാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞാൻ ഒട്ടും വയ്യ, അന്ന് രാവിലെ എഴുന്നേറ്റപ്പം അമ്മ എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ എന്തോ എനിക്ക് ഇച്ചിരി സീരിയസ് ആണെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് അമ്മ എന്റെ അടുത്ത് വന്നപ്പോ എന്റെ ദേഹം മൊത്തം അങ്ങ് വല്ലാത്ത അപ്പൊ അമ്മ ഡ്രസ്സൊക്കെ ഒരു ഷീറ്റ് മാത്രമാണ് എനിക്ക് ഇട്ട് തന്നത്. കാരണം അപ്പൊ എന്റെ അടുത്ത് അമ്മ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആരെങ്കിലും ഒക്കെ കാണണോന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അമ്മ തലയിൽ വന്ന് എന്നെ ഇങ്ങനെ തടവി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ എനിക്ക് കുറേശ്ശെ ഗ്ലാസ്സിൽ സ്പൂണിൽ വായിലോട്ട് ഒഴിച്ചു തരികയാണ്. അപ്പൊ ഞാൻ 2-3 പേരുടെയൊക്കെ പേരിങ്ങനെ പതുക്കെ പറഞ്ഞു. അപ്പൊ പല്ലൊക്കെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായി. കുറെ കഴിഞ്ഞ് അപ്പം അമ്മ അടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വചനങ്ങൾ തന്നെയാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത്. അത് സ്തോത്രം പറയുന്നുണ്ട് അതില്. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയുടെ ഉള്ളില്, അമ്മ പിന്നെ പറഞ്ഞ അമ്മയുടെ ഉള്ളിലത് ഇങ്ങനെ തോന്നി, എന്റെ മോള് ഈ ലോകത്തു നിന്ന് പോകും എന്നുള്ള ഒരു ഫീലിംഗ് അമ്മയ്ക്ക് അങ്ങനെ തോന്നി. അപ്പൊ അമ്മ വചനം പറഞ്ഞെന്നെ ഓരോ ദൈവവചനം പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കണം എന്നുള്ള രീതിയിൽ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഡോക്ടർമാര് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാനേ പറയുള്ളൂ. പക്ഷെ കീമോ അത്രമാത്രം ഉണ്ടായിരുന്നു. ശരീരത്തിന്റെ ബലം എല്ലാം നഷ്ടപ്പെട്ടു. എപ്പോഴെന്ത് വേണം സംഭവിക്കാന്ന് ഡോക്ടേഴ്സ് ആദ്യമേ പറഞ്ഞായിരുന്നു. എന്തായാലും അന്ന് തന്നെ പെട്ടെന്ന് ചർച്ചയിൽ നിന്ന് പാസ്റ്ററെ വിളിച്ചു വരുത്തി. പാസ്റ്റർ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ RCCയിലെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോയി.
അവിടെ ചെന്ന ഡോക്ടേഴ്സ് അവരുടേതായ എല്ലാ ട്രീറ്റ്മെന്റ്സുകളും ചെയ്ത് അവര് ട്രിപ്പ് തന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കൊണ്ടുപോയിക്കോ, വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളൂ, എന്തെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ മാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. എന്തായാലും എന്നെ രാത്രി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വിശ്രമിച്ചു. അന്ന് രാത്രിയിലൊന്നും ആരും ഉറങ്ങിയില്ല, കാരണം എന്താണ് രാത്രിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ അവർ പേടിച്ചു. പക്ഷെ രാവിലെ ആയപ്പോഴേക്കും ആദ്യത്തെ ആ അസ്വസ്ഥതയൊക്കെ അങ്ങ് മാറി, പ്രയാസമൊക്കെ മാറി. അമ്മ എന്നെ രാവിലെ ആയപ്പം ഫ്രണ്ടിൽ വെള്ളിയാഴ്ച ദിവസമാണെന്ന് എന്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഹോളില് സോഫയിൽ പറ്റി എന്നെ ഇങ്ങനെ കിടത്തിയിട്ട് എനിക്ക് കുഞ്ഞൊക്കെ ഒന്ന് ചതിയൊന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പം കുറേശ്ശെ ഇങ്ങനെ കഞ്ഞി തന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് വീട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീടെന്ന് പറഞ്ഞ ഉള്ളിലോട്ട് കയറി ഒരു ചെറിയൊരു കയറ്റമുള്ള, അങ്ങോട്ടൊന്നും അങ്ങനെ നമുക്കൊരു വഴി പറഞ്ഞു കൊടുത്താൽ ഒരാൾ കയറി വരുവുള്ളൂ ആ വീട്ടിലോട്ട്. അപ്പം അങ്ങനെ അമ്മ ഇങ്ങനെ തന്നോണ്ടിരുന്നപ്പോ ഞങ്ങളുടെ വാതിലിന്റെ അഭിമുഖമായിട്ടാണ് എന്നെ കിടത്തിയേക്കുന്നത്. അപ്പൊ അമ്മ അവിടെ നോക്കുമ്പോൾ വലിയൊരു പ്രായമുള്ള ഒരു അപ്പച്ചന് തോളത്തെ ഒരു ബാഗൊക്കെ തൂക്കി ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഞങ്ങളുടെ വീട്ടിലോ വാതിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. ഞങ്ങൾ മേളത്തെ നിലയിലാണ് താമസിക്കുന്നത്, സൈഡ് വഴി കയറി വരണ്ടേ. അപ്പം അമ്മ ചോദിച്ചു, ദേവദാസനെ എങ്ങോട്ട് പോവുക, വഴിതെറ്റി പോവുകയാണോന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പം ആ അപ്പച്ചൻ അവിടെ നിന്നോണ്ട് പറഞ്ഞു, ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഇങ്ങോട്ട് വന്നാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. പിന്നെ അപ്പച്ചൻ കയറി വന്നു. അപ്പൊ ഞാൻ കിടക്കുവാണ്, എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുവാണ്. ഇതെന്തായി മോൾ ഇങ്ങനെ കിടക്കുന്നത്? അപ്പം ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ശബ്ദം, മുഴക്കം പോലെ. എനിക്കിനി എന്റെ അസുഖം കൊണ്ടാണെന്ന് എനിക്ക് അങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അപ്പച്ചന്റെ ശബ്ദം ഭയങ്കര മുഴക്കം. അപ്പച്ചൻ വന്നു, കസേരയിട്ട് അമ്മ അവിടെ ഇരുത്തി, ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, എന്തായി കുഞ്ഞിങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അമ്മ കാര്യം പറയുവാണ്, ഇതുപോലെയാണ് വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പച്ചനോട്, അപ്പച്ചൻ എന്താ വഴിതെറ്റി വന്നതാണോ, അപ്പച്ചൻ എങ്ങോട്ട് പോവേണ്ടയാ, അതൊക്കെ ഞാൻ പതുക്കെ ചോദിക്കുന്നേ. എനിക്ക് ഭയങ്കര സംശയം, അപ്പച്ചനോട് ഓരോന്നോരോന്ന് ചോദിക്കും. അപ്പൊ അപ്പച്ചനോട് ഇനി നീ എന്നോട് ഇതൊന്നും ചോദിക്കരുത് എന്ന് പിന്നെ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പച്ചന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അപ്പച്ചന്റെ സ്ഥലം എവിടാ? അപ്പം അപ്പച്ചൻ പറഞ്ഞു, എന്റെ സ്ഥലം കുമ്പനാടാണ്, പുല്ലാടുന്ന സ്ഥലത്താണ് നിന്നാണ് ഞാൻ വന്നത്. ഞാൻ ഇവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അടുത്തൊരു ചർച്ചിൽ വന്നതാണ്, വെള്ളിയാഴ്ച വന്നതാണ്. അപ്പം അവിടെ പ്രസംഗം കഴിഞ്ഞ് അപ്പച്ചൻ ഇരുന്നപ്പം ദൈവാത്മാവ് പറയുന്നു മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നതാണ്. അപ്പം അപ്പോഴാണ് അമ്മ വിളിക്കുന്നത്. അപ്പം എനിക്ക് എന്നിട്ടും ഞാൻ പറഞ്ഞു, സാറ ഉള്ളോണ്ട് ചിരിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ അപ്പച്ചൻ എന്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിക്കുവാണ്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, നീ ഇങ്ങനെ കിടക്കേണ്ടവളല്ലല്ലോ, നിന്നെ ദൈവം ഇവിടെ കിടത്താനല്ലല്ലോ ഇങ്ങനെ കൊണ്ടുപോകും, നിന്റെ അടുത്താ നീ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് അസുഖം ഏതാണ്, ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ് കാലാവധിയൊക്കെ, ഞാൻ മരിച്ചു പോകും. അപ്പം അപ്പച്ചൻ പറഞ്ഞു, ആരാ നിന്നോട് മരിച്ചു പോകുമെന്ന് പറഞ്ഞേ? അതൊക്കെ വലിയ മുഴക്കത്തോടെ പറയുന്നത്. നീ ഇങ്ങനെ മരിക്കേണ്ടവളല്ലല്ലോ, നീ അനേകരുടെ മധ്യ ദൈവത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കേണ്ടവളാണല്ലോ, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സാക്ഷ്യം ആര് പറയും? അപ്പൊ ഞാൻ എന്നിട്ടും അപ്പച്ചനോട് ചോദിക്കും, അപ്പച്ചൻ എന്തിനാ ഇവിടെ വന്നത്, അപ്പച്ചൻ ഈ വീട് ആരാ പറഞ്ഞു തന്നത്? അപ്പച്ചൻ അപ്പൊ ഉടനെ പറഞ്ഞു, ഇനി എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് കണ്ണ് കാണിച്ചു, ഒന്നും പറയണ്ടെന്ന്. അപ്പച്ചൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കിടക്കുവാണ്. അപ്പം അമ്മ വെള്ളം കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. അപ്പച്ചൻ പറഞ്ഞു, നീ ഇത് കുടിക്കാൻ പറഞ്ഞു. ഞാനത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ തന്നെ പറഞ്ഞു, ഞാൻ പോകുന്നതിന് മുമ്പായി നീ എനിക്ക് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ ഇട്ട് തന്ന് കുടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളതും പറഞ്ഞു. എനിക്ക് എഴുന്നേക്കാനൊക്കത്തില്ല, കാരണം അത്രയും ഞാൻ വയ്യാതെ കിടക്കുവാണ്, എന്നെ പിടിച്ചവളെ കൊണ്ട് കിടത്തിയതുമാണ്. പക്ഷെ അപ്പച്ചൻ എന്റെ അടുത്തോട്ട് കസേര ഇട്ട് വന്ന് അങ്ങ് ഇരിക്കുക. അപ്പച്ചൻ ഓരോന്നും എന്റെ അടുത്ത് സംസാരിച്ച് വചനം പറയുമ്പോഴൊക്കെ ഞാൻ പതുക്കെ അപ്പച്ചനോട് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് ഓരോ ഉത്തരം പറയുന്നതിന്റെ കൂട്ട് പതുക്കെ പൊങ്ങാൻ ശ്രമിച്ച് പതുക്കെ എഴുന്നേറ്റ് ഇരുന്നു, സോഫയിൽ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പതുക്കെ സംസാരിച്ച് പതുക്കെ അപ്പച്ചനെ നീ എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേപ്പിച്ചു. പിന്നെ ഞാൻ അപ്പച്ചനുമായിട്ട് ഒത്തിരി നേരം സംസാരിച്ചു. അപ്പൊ അമ്മ ഫോൺ ചെയ്ത് എന്റെ ചേച്ചിനെ വിളിച്ചു വരുത്തി, എന്റെ അപ്പനും ഉണ്ട്. അപ്പച്ചൻ പിന്നെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പതുക്കെ ഞാൻ നടന്ന് അപ്പച്ചൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചായ ഇട്ട് കുടിച്ചിട്ടാണ് അപ്പച്ചൻ പോയത്. അപ്പച്ചൻ ആരാണെന്നോ അപ്പച്ചൻ എന്താണെന്നോ ഒന്നും എനിക്ക് ഇന്നും അറിയത്തില്ല. അപ്പച്ചൻ എനിക്കൊരു നമ്പർ തന്നു, അമ്മയുടെ കയ്യിൽ നമ്പർ എഴുതി കൊടുത്തു. നിങ്ങൾക്ക് എന്നെ സംശയമാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കാനും പറഞ്ഞു. എന്നിട്ട് ഞാൻ വൈകുന്നേരം രാത്രിയിൽ പോയപ്പോ ഞാൻ അമ്മയോട് പറ, അമ്മ ഇത് ആരാ, നമ്മൊന്ന് വിളിച്ചു ചോദിച്ചു, ഇതിന്റെ ആളാ. അമ്മ പറഞ്ഞു, എടി അപ്പൊ അമ്മ എന്നെ വഴക്ക് പറയുന്നുണ്ട്, എടി ഇതൊക്കെ ദൈവം അയച്ച ദൂതന്മാരാണ്, നീ ഇതിനെ പറ്റിയൊന്നും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ചിന്തകളും ചിന്താഭാരങ്ങളും ആയിരുന്നു. കാരണം ആ അപ്പച്ചനെ എനിക്ക് ഇന്ന് പറയുമ്പോഴും എന്റെ ശരീരം മൊത്തം ഒന്ന് വല്ലാതെയാവും. അപ്പച്ചന്റെ ആ നിപ്പും അപ്പച്ചന്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദവും
അപ്പച്ചൻ ആ നിൽക്കുന്നതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും എന്റെ ശരീരത്തിനകത്ത് ആരാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പച്ചനെ. പക്ഷെ ആ നമ്പറിൽ എന്റെ സംശയത്തിന് അമ്മ വിളിച്ചപ്പോ അമ്മച്ചിയാ ഫോൺ എടുത്തത്. അപ്പൊ ആ അപ്പച്ചന്റെ ഭാര്യയാണ് ഫോൺ എടുത്തത്. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിച്ചിങ്ങനെ ഒരു അപ്പച്ചനോട് വന്നിരുന്നു. അപ്പൊ ആ അപ്പച്ചനൊരു സഞ്ചാരി ഉപദേശിയാണ് ശരിക്കും. അപ്പച്ചൻ പലയിടങ്ങളിൽ പോകണം, അമ്മച്ചിക്ക് പോലും അറിയത്തില്ല ഈ അപ്പച്ചനെ എവിടാന്ന്. പക്ഷെ ഇന്ന് വരും പിന്നെ അപ്പച്ചനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഒന്ന് വിചാരിക്കുന്നു, ദൈവം അയച്ചിട്ടല്ലാതെ ആരും നമ്മളടുത്ത് വരത്തില്ല. സ്വർഗത്തിലെ തമ്പുരാൻ എന്നെ അയച്ചതിന് ദൈവം അയച്ചതാണ്. അപ്പച്ചൻ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് പോയത്, നീ അനേകരുടെ മധ്യേ ദൈവം നിന്നെ ഒരു വലിയൊരു സാക്ഷ്യമുള്ളവളാക്കും. നീ ജീവനോടെ ഇരിക്കും, നീ മരിക്കത്തില്ല, ഈ രോഗത്തിന്റെ പേര് പറഞ്ഞു. പിന്നെ എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം മിറക്കിളായിരുന്നു. കാരണം പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ റിക്കവർ ആകാൻ തുടങ്ങി. എന്റെ ശരീരം ബലഹീനപ്പെട്ട് കിടന്ന ശരീരം ബലം വന്നു തുടങ്ങി. ഞാൻ മരിച്ചു പോകുന്നു പറഞ്ഞ് ഞാൻ രാത്രികാലങ്ങൾ ഉറങ്ങാതിരുന്ന് എനിക്ക് ദൈവം ഉറക്കം തന്നു. ജീവിതത്തിലെ കുറെ തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായി. കൂടെ ഉണ്ടാവുന്നവരൊക്കെ പറഞ്ഞവരൊക്കെ പലരും നഷ്ടമായി. കുഞ്ഞിനെ എങ്ങനെ ഞാൻ വളർത്തുമെന്നോർത്ത് ഭാരപ്പെട്ടു. അവിടെ എല്ലാം ദൈവത്തിന്റെ കരുതലും സ്നേഹവും കൂടെ ഇരുന്നു. എന്നാൽ ഞാൻ മരിച്ചു പോകും എന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് എന്റെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. എന്റെ പിതാവ് ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒത്തിരി സങ്കടപ്പെട്ടു. എന്റെ ഒരു വിഷയം വന്നപ്പോ ഒത്തിരി വേദനിച്ചു. കാരണം എന്റെ കുഞ്ഞ് ഇങ്ങനെ മാതാപിതാക്കൾ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖമായിരിക്കും. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ കരുതലും സ്നേഹവും എന്നോട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കീമോ എല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നെ അവരെന്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ നോക്കാം, ഈ ബാഗ് മാറ്റാൻ പറ്റുമെന്ന്. എത്രത്തോളം ആ മുറിവ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഉള്ളിലെ കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ച് ഈ റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കുടല് പുറത്തിട്ടിരിക്കുവാണ്. ദൈവസഭ മൊത്തം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. സഭയുടെ ഭയങ്കര പ്രാർത്ഥന, ഒരു മോളെ പോലെ അവരെല്ലാം നല്ലപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേട്ടു. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഉള്ളിൽ നല്ലപോലെ മുറിവ് ഉണങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇനി ഒരു ഓപ്പറേഷൻ വേണം. അപ്പോഴേക്കും കീമോയൊക്കെ പല സ്റ്റേജുകളിൽ കീമോകളൊക്കെ എടുത്ത് 6 കീമോയോട് ആ സമയത്ത് അനസ്തേഷ്യ എന്റെ ജീവിതത്തിലേക്ക് വന്നു. 6 അനസ്തേഷ്യോളം അപ്പം ഈ ഓപ്പറേഷൻ സമയത്ത് വന്നു. അതിൻ്റെതായ സൈഡ് എഫക്ട്സുകൾ എല്ലാം വന്നു. അങ്ങനെ ലാസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയി ഇവർ റിവേഴ്സ് ചെയ്യണം. കാരണം ഈ കുടലിൽ അകത്തോട്ട് വെക്കണം. അകത്തോട്ട് വെച്ചിട്ട് നോർമൽ വേയിൽ കൂടെ മോഷൻ പോയാൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഫുൾ നമുക്ക് ലാസ്റ്റ് വരെയും ഈ ബാഗ് ഇടേണ്ടതായിട്ട് വരുമെന്ന് ഡോക്ടർ ആദ്യം മുതലേ പറയുന്നുണ്ട്. വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നോർമൽ വേയിൽ കൂടെ പോയില്ലെങ്കിൽ തിരിച്ച് നമുക്ക് വേറെ നമുക്ക് ബാഗ് ഇടേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി അതിന്റെ പേപ്പേഴ്സ് എല്ലാം ഒപ്പിട്ടിട്ടാണ് നമ്മളെ കയറ്റുന്നത്. ഓപ്പറേഷന് വേണ്ടിയിട്ട് കയറ്റി എന്നെ തിയേറ്ററിനകത്ത് കൊണ്ടുപോയി. അവർ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്നെ ഐസിയില് മാറ്റി. രാത്രിയിലൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒരു സിസ്റ്റർ, നൈറ്റ് ഡ്യൂട്ടി നിന്നൊരു സിസ്റ്ററാണ്, എനിക്ക് IV മരുന്ന് തരികയാണ്. ബോഡിയിൽ മരുന്ന് തന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവര് ഭയങ്കര സ്പീഡിലാണ് ആ മരുന്ന് എടുത്തത്. അപ്പൊ ഞാൻ ഡോക്ടറോട് പറയുന്നുണ്ട്, സംസാരിക്കാൻ വയ്യ, പതുക്കെ എടുക്കണേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞു തീരുന്ന നിമിഷം കൊണ്ട് എന്റെ ശരീരത്തോട് പെട്ടെന്നൊരു കറണ്ട് പാസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് എന്റെ കണ്ണിൽ കൂടെ എല്ലാവരും എന്നെ ഒറ്റ സെക്കൻഡിൽ എല്ലാരെയും കാണാം. എനിക്കെന്ന് വെച്ചാൽ ഞാൻ പോവുകയാണെന്ന് മനസ്സിലായി. മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണോ എന്തോ, എനിക്ക് ശരീരത്തിനോട്ട് അത് ഫലിക്കാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പെട്ടെന്ന് എന്റെ ശരീരം മൊത്തം ട്യൂബാണ്, മൂക്കിലും വായിലും വയറിലും എല്ലാം ട്യൂബാണ്. 2 സൈഡിൽ നമുക്കൊരു കമ്പിയുണ്ട് ബെഡില്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സിസ്റ്ററിനെ ഞാൻ പെട്ടെന്ന് കൈയോടെ പിടിച്ചു. ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞിങ്ങനെ. ഞാൻ മരിച്ചു പോകും. പെട്ടെന്ന് തന്നെ സിസ്റ്റർ ഓടിച്ചെന്ന് ബാക്കിയുള്ള, അപ്പോഴേക്കും ഞാൻ തളർന്ന് ഒരു അബോധാവസ്ഥയിലേക്ക് ഞാൻ പോയി. നൈറ്റ് ഡ്യൂട്ടി നിന്ന് ഡോക്ടേഴ്സ് എല്ലാം പെട്ടെന്ന് ഓടി വന്നു. അവര് വന്ന് പിന്നെ എന്തൊക്കെയോ അവര് ചില ശരീരത്തിൽ ചെയ്യുന്നുണ്ട്, എന്നെ ഇടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കുറെ കഴിഞ്ഞ് അവർ അതിൻ്റെതായ ബാക്കിയുള്ള മരുന്നിന്റെ ശരീരത്തിന്റെ പുറകിലാണെന്ന് തോന്നുന്നു ഒരു ഇഞ്ചക്ഷൻ പോലെ അവർ ചെയ്ത് ശരീരത്തിൽ പെട്ടെന്നൊരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടു. വല്ലാത്ത ആ ചൂടിന്റെ അവസ്ഥയൊക്കെ അങ്ങ് മാറി. ഞാനൊന്നും ഉറങ്ങിയില്ല ആ രാത്രിയിൽ. കാരണം ഞാൻ കണ്ണടയ്ക്കുമ്പോഴേ എന്റെ ഒരു പേടി പോലെ എനിക്ക് തോന്നി, ഞാൻ ലോകത്തൊന്ന് വിട്ടു പോവുമോ, അല്ല എനിക്ക് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ അങ്ങ് വന്നു. ഒരു கொஞ்சം ശാന്തമായിട്ട് ഉറങ്ങാൻ പറഞ്ഞു. പക്ഷെ ഉറങ്ങാനൊന്നും എനിക്ക് പറ്റിയില്ല. പക്ഷെ രാവിലെ ആയപ്പം എന്നെ നോക്കുന്ന ഡോക്ടർ വന്നു. ഡോക്ടറിന്റെ അടുത്ത് സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ വാർഡിലോട്ട് മാറ്റി. വാർഡിൽ ചെന്നിട്ട് ഒരു 10-12 ദിവസത്തോളം എനിക്ക് ശരീരത്തിൽ നിന്ന് അവര് പറയുന്ന പോലെ ഗ്യാസ് പോണം, മോഷനും പോണം.
എന്നാലേ നമുക്ക് അത് നോർമൽ വേയിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇത് ആയിട്ടുള്ളൂ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തരുന്ന എല്ലാ മരുന്നുകളും എനിക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരെയാണ്. ഛർദിക്കാണ്. നമ്മുടെ ഈ ശരീരത്തിലെ പച്ച താളി, നമ്മൾ ചെമ്പരത്തിലയുടെ താളി ഉണ്ടാക്കുന്ന പോലെയാണ് മരുന്ന് ഞാൻ വായിൽ നിന്ന് ഛർദിക്കുന്നത്. അപ്പം RCCക്കകത്ത് അപ്പം വേറെ ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തില്ല അവര് അവരുടേതായ എന്ന് വെച്ചാൽ അത്രത്തോളം അവര് ഭയങ്കരമായിട്ടാണ് അവർ നോക്കുകയൊക്കെ ചെയ്യുന്നത്. വെളിയിൽ നിന്ന് വരുമ്പോ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാനാണ്. പക്ഷെ ഈ അവസാനം ഈ ഛർദിൽ നിൽക്കാത്തതാണ് അവര് മൂക്കിലും വായിലും എല്ലാം ട്യൂബ് ഇടാൻ തുടങ്ങി. ഇട്ടു. അതിന് വെച്ചാൽ മരുന്ന് ഇടുമ്പോൾ തന്നെ ഛർദിലാണ്. അപ്പൊ അത്രയും കൂടെ ആയപ്പോ എന്റെ ശരീരത്തിന് അത്രയും താങ്ങാൻ പറ്റാതെ വന്ന് അവരങ്ങനെ ചെയ്തു. അപ്പം ഞായറാഴ്ച പകലായപ്പോൾ ഞാൻ എന്റെ അവര് ബൈസ്റ്റാൻഡർ നിർത്തിയപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞായറാഴ്ചയല്ലേ നീ ഇതൊക്കെ ഞാൻ ആംഗ്യം കൊണ്ടാ പറയുന്നത്, ചർച്ചിൽ പോണം. അപ്പം ഡോക്ടർമാര് സിസ്റ്റർമാരൊക്കെ ചോദിക്കും എന്തി ബൈസ്റ്റാൻഡർ വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ വേണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. എന്തായാലും അവള് ഞായറാഴ്ച പള്ളിയിൽ അന്നത്തെ ദിവസം പോയി സാക്ഷ്യം പറഞ്ഞു. അന്ന് സഭ മൊത്തവും എനിക്ക് വേണ്ടിയിട്ട് അന്ന് ഭയങ്കരമായിട്ട് ആ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം സഭാരാധനയ്ക്ക് മൊത്തം എന്റെ വിഷയമായിരുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഉച്ചയൊക്കെ ഇപ്പം സഭയിൽ നിന്ന് പലരും എന്നെ കാണാൻ വേണ്ടിയിട്ട് 4 മണിക്ക് കാണാൻ വേണ്ടി വന്നപ്പം ഞാൻ പാസ്റ്റർ അനിയനുണ്ട്, ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം അത് ഞാൻ കൈകൊണ്ട് ആങ്ങിയാണ് കാണിക്കുന്നത്, പ്രാർത്ഥിച്ചു തരാൻ പറഞ്ഞു. താങ്കള് അപ്പൊ വെള്ളം അങ്ങനെ കുടിക്കാൻ പാടില്ല. പക്ഷെ ഞാന് ചേച്ചിയോട് പറഞ്ഞ് എന്റെ വായിലോട്ട് അത് 2 സ്പൂൺ ഒഴിച്ചു തരാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ആ വെള്ളം എനിക്ക് ഒഴിച്ചു തന്നു. കുറെ കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോ തന്നെ എന്റെ വയറ്റിനകത്ത് നമ്മള് എന്തോ ഇങ്ങനെ ഉരുണ്ട് പോകുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും പറഞ്ഞു തീരുന്ന നിമിഷം കഴിഞ്ഞേക്കും എനിക്ക് നോർമൽ വേയിൽ കൂടെ ഈ വെള്ളമെല്ലാം പുറത്തു പോയി. പിന്നെ അപ്പൊ തന്നെ ചേച്ചി ഡോക്ടേഴ്സിനെ വിളിച്ചു. അവര് വന്നിട്ട് പിന്നെ അവര് ട്യൂബ് എല്ലാം അപ്പോഴേക്കും മാറ്റി, എന്റെ ശരീരത്തിൽ നിന്ന് ഫുൾ ട്യൂബ് മാറ്റി. പിന്നെ അവര് പതുക്കെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പതുക്കെ ഞാൻ പോയി. എനിക്ക് ആ രീതിയിൽ ബാത്റൂമിൽ മോഷൻ പോകാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് എന്റെ സെൻസേഷൻ എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഒരു കുഞ്ഞു കൊച്ചിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിന് ഒന്നും അറിയില്ല. കാരണം ബാത്റൂമിൽ പോകുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളല്ലേ ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ എന്റെ അവസ്ഥ, എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയെ പോലെ ആയിപ്പോയി. പിന്നെ ഡയപ്പർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോരോ അവസ്ഥകളാണ്. കാരണം അറിയില്ല. നമുക്ക് അവിടുത്തെ എന്താ, നമുക്കിപ്പോ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൻസേഷൻ ഉണ്ടാവും. ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് പോകണമെന്ന് തോന്നലുണ്ടാവുമല്ലോ. അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതോ ഭയങ്കരമായിട്ട് നിരാശയായി പോയി. കാരണം ഇങ്ങനെ വന്നെങ്കിലും ഇതെന്താ, എനിക്ക് പുറത്ത് ഒരിടത്തും പോകാൻ പറ്റാത്ത ഒരു വീട്ടിൽ തന്നെ. അപ്പോഴേക്കും കൊറോണ സമയമായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെയാണോ വളർന്ന് ഓരോ സ്റ്റെപ്പ് വന്നത്, അപ്പോഴെല്ലാം RCC പോകുമ്പോൾ ഞാൻ പറയും, സാറേ എനിക്ക് ഇത് ഇങ്ങനെ വന്നതിനെക്കാട്ടും എനിക്ക് സൈഡിൽ അങ്ങ് പോയാൽ മതിയായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ബാഗിൽ കൺട്രോൾ അപ്പം പറഞ്ഞില്ല, അത് ഗ്രാജുവലി പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്താണേലും ദൈവത്തിന്റെ കൃപയില് പിന്നെ ദൈവം എന്നെ അങ്ങ് ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങ് നടത്തുമായിരുന്നു. പതുക്കെ ഒരു കൊച്ചെങ്ങനെയാണോ പിടിച്ച് എഴുന്നേറ്റ് വളർന്ന് അത് മുന്നോട്ട് അതായ സ്വയം പര്യാപ്തയിലോട്ട് വരുന്നു, അതുപോലെ ഞാൻ ആ ജീവിതത്തിൽ കുറെ ഓരോ സ്റ്റെപ്പുകൾ അനുഭവിച്ചു. പിന്നെ പഴയതുപോലെ ഞാൻ പതുക്കെ വരാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ ദൈവം എന്നെ ഓരോ നിലവാരത്തിൽ കൂടെ അങ്ങ് നടത്തുവാൻ തുടങ്ങി. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പം അവര് പറഞ്ഞു കുഴപ്പമില്ല, ഗ്രാജുവലി ആവും, കോൺസ്റ്റിപ്പേഷൻ വരാൻ നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ പിന്നീടാണെന്ന് മനസ്സിലായത്, എന്റെ വയറിനകത്ത് കുഞ്ഞുണ്ടായിരുന്ന സമയത്താണ് ഈ മുഴയും ക്യാൻസർ സെല്ലും എന്റെ ശരീരത്തിൽ ഉണ്ടായത്. ഏതെങ്കിലും സമയത്ത് ഡോക്ടർ അത് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമാകുമായിരുന്നു. കാരണം അവർ നമ്മളെ അല്ലേ നോക്കുകയുള്ളൂ എങ്ങനെയും രക്ഷപ്പെടാൻ. അത് അറിഞ്ഞില്ല. ഈ കുഞ്ഞ് വളരുന്നതോടൊപ്പവും എനിക്ക് ഈ മുഴയും ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ആ സമയത്തൊക്കെ എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്തൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എല്ലാം ദൈവം ആ കുഞ്ഞിനെ എനിക്ക് ദൈവം പൂർണ്ണതയോടെ ദൈവം എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ അസുഖം കണ്ടുപിടിച്ചത്. പക്ഷെ എന്നെ കാണാൻ വന്ന പലരും ഇന്ന് ഇതേ അസുഖത്തോടെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഇത്രയും ജീവിതത്തില് വേദനകൾ പറഞ്ഞപ്പോൾ അല്ല, ഓരോ വേദനകൾ എന്ന് പറഞ്ഞ മരണത്തിന്റെ മുഖാമുഖം കണ്ടിട്ടാണ് തിരിച്ചു വന്നത്.
കാരണം നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഓരോ പ്രാവശ്യം RCC പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിരാശയുടെ വാക്കുകളാണ് അവർ പറയുന്ന മൊത്തം. എങ്ങനെ മുന്നോട്ട് വരും? ഈ സെക്ഷനിൽ മൊത്തം ചെല്ലുന്ന അത്രയും ഈ ക്ലോത്ത്സും ഈ ബാഗും തൂക്കി ഓരോരുത്തരും നിൽക്കുന്നതാണ്. ഞാനാണ് ഉള്ളതിൽ ചെറുപ്പക്കാരിയായിട്ടാണ് നിൽക്കുന്നത്. ബാക്കി 60ഉം 70ഉം അവർക്കൊക്കെ എന്നെ കാണുമ്പോൾ അയ്യോ ഇയാൾക്ക് ഇത് അസുഖമാണോ എന്നൊക്കെ പറയാൻ ഞാൻ വളരെ നിരാശയാണ്. കാരണം ബാഗും കൊണ്ട് കൈ കൊണ്ട് നമ്മൾ യൂറിൻ ബാഗ് പിടിച്ച് കിടക്കുന്ന പോലെ സൈഡിൽ മോഷൻ ബാഗും കൊണ്ട് കിടക്കുക എന്ന് പറയും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ ദൈവം അവിടെ നിന്നെല്ലാം എന്നെ വിടുവിച്ചു. പക്ഷെ ഞാൻ ഇപ്പം അത് മനസ്സിലാക്കുന്ന ദൈവസന്നിധിയിൽ നമുക്കൊരു സാക്ഷ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അനുഭവിച്ച നന്മകള്, ദൈവം എത്രത്തോളം നമ്മളെ നടത്തി, ദൈവം എത്ര വലിയവനാണെന്ന് അറിയാൻ ദൈവം എന്നെ കൊണ്ടുവന്നാണ്. കാരണം എന്റെ സഹോദരങ്ങൾക്ക് രണ്ടുപേരും എപ്പോഴും പറയും ഈ ഒരു അവസ്ഥ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെ എപ്പോഴും ഞാൻ ദൈവത്തോട് ഒന്ന് മാത്രമേ വേദനകൾ കൂടുമ്പോഴേ ഈ ഇതിന്റെ പെയിൻ വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം ദൈവമേ സഹിപ്പാനുള്ള കഴിവ് തരണേ എന്നാണ് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത്. കാരണം എന്റെ ചില സമയത്തൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതിവേദന. പക്ഷെ ദൈവം എന്നെ അവിടെ എല്ലാം നടത്തി. ദൈവത്തിന്റെ അദൃശ്യകരമാണ് എന്നെ ഇത്രത്തോളം താങ്ങി നിർത്തിയത്. പിന്നെ ഞാൻ പതുക്കെ കയറി വരികയായിരുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട് ലിൻസി ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണ് ഞാൻ ട്രീറ്റ്മെന്റ് ഇപ്പം ഓരോ പ്രാവശ്യവും ഫോളോ അപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കാഷ്വാലിറ്റി ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ചോദിക്കാറുണ്ട് പേഷ്യന്റ് എവിടെ. ഞാൻ പറയും ഞാനാണ് പേഷ്യന്റ് എന്ന് പറയും. കാരണം അവർക്ക് തന്നെ അത്ഭുതമാണ് ഞാനെ കണ്ട പേഷ്യന്റ് എപ്പോഴും പേഷ്യന്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ എപ്പോഴും കാണും. ഞാൻ ഇന്ന് വരെയും ദൈവത്തിന്റെ കൃപയാൽ ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ പോണത്. ഞാൻ ഇവരൊക്കെ ഒത്തിരി എന്റെ പുറകെ ഒത്തിരി അവരൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് പോകണ്ട. ഇല്ല, എനിക്ക് അവിടെ പോയി ഇപ്പോൾ RCCക്കകത്ത് കൊറോണ വന്നതിന് ശേഷം ഭയങ്കര ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. കാരണം വെളിയിൽ നിന്ന് ആൾക്കാരൊന്നും മറ്റുള്ള രോഗികൾക്ക് അസുഖങ്ങളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി കാർഡുള്ളവരെ മാത്രമേ കയറ്റുള്ളൂ. എനിക്ക് ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് കാർഡുള്ളതുകൊണ്ട് എനിക്ക് എവിടെ വേണേലും പോവാം. ഞാൻ അടുത്ത് പോയി ഇരിക്കുന്നിടത്ത് എനിക്ക് സുവിശേഷം പറയാൻ പറ്റും. ഓരോ സ്ഥലത്തും എനിക്ക് ഓരോ നിലകളിലും എനിക്ക് പോകാൻ പറ്റും. കാരണം ദൈവം ചിലപ്പം അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവിടെ ചെന്ന് പലരോടും ദൈവത്തിനെ കുറിച്ച് പറയുവാനും ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയാനും എനിക്ക് മറ്റുള്ളവർക്ക് സാക്ഷീകരിക്കാനും ദൈവം തന്നൊരു അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ RCCയിൽ ആരും പോകുന്നവർ കാണും, രോഗികൾ പോകും, പിന്നെ ഇതിന് വേണ്ടിയിട്ടൊക്കെ സഹായം ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ദൈവം അവിടെ എന്നെ നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഈ വയറിന്റെ ഈ ഭാഗത്ത് 2 വർഷത്തിന് മുമ്പ് ഈ കൊളോട്സമി ബാഗ് ഇട്ടുന്നതിന്റെ അവിടെ ചെറുതായിട്ടൊരു തള്ളല് പോലെ വന്നു. ആ തള്ളല് വന്നത് വലിയ ഒരു തേങ്ങയുടെ വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ഡോക്ടറിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെ സൈഡിൽ ബാഗ് ഇട്ടേക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു തള്ളല് പോലെ വന്നപ്പോൾ അവര് പറഞ്ഞു സിസ്റ്ററെ അത് നോക്കട്ടെ, ചുമക്കാൻ നോക്കിയപ്പോൾ അത് ഈ ഇൻസെഷൻ ഹെർണിയ എന്ന് വെച്ചാൽ ഈ കുടല് തള്ളി വരുന്ന ഒരവസ്ഥയാണ്. കാരണം എന്റെ ഇവിടെ ആ സെൻസേഷൻ എന്ന് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഫ്രണ്ടിൽ നമ്മളെ ഒരു വല പോലെ നിൽക്കുന്ന അത് പൊട്ടിപ്പോയി. വെയിറ്റ് എന്തോ എടുത്തതൊക്കെ ആയിരിക്കാം, എന്തോ ശ്രദ്ധിക്കാതെ വന്നതായിരിക്കാം. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. അത് ഇങ്ങനെ തള്ളി വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഇതിപ്പം ചെയ്യാൻ പറ്റില്ല, മെഡിക്കൽ കോളേജിൽ തന്നെ പോകാൻ പറഞ്ഞു. അങ്ങനെ നേരെ മെഡിക്കൽ കോളേജിൽ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ആയിട്ട് ചെന്നു. അപ്പം അവര് പറഞ്ഞു നമുക്കൊരു കീ ഹോൾ ചെയ്യാം. കാരണം വയറിലൊക്കെ 2 സർജറി വലുത് ചെയ്തത് കാരണം ഇനിയിപ്പോ അതേ ചെയ്യാൻ പറ്റുള്ളൂ. ബോഡി വീക്കാണ്, അനസ്തേഷ്യ തരേണ്ടതാണ്, ഇനിയും ഒരു അനസ്തേഷ്യ ശരീരം താങ്ങാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും മെഡിക്കൽ കോളേജ് 2 വർഷം മുമ്പ് എനിക്ക് കീ ഹോൾ സർജറി ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ മെഷ് ഇട്ടു, വയറില് ഫുള്ളായിട്ട് മെഷ് ഇട്ടു, കുടലില് പുറത്തള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വേദന, അസഹനീയമായ വേദന, അതും താണ്ടി വന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് അത് ചെയ്തൊരു 6 മാസം അത് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഇരട്ടിയായിട്ട് അത് പൊട്ടി പുറത്തു വന്നു. വന്നിട്ട് വെച്ച് നേരത്തേക്കാട്ടി ഇരട്ടി അങ്ങ് തള്ളി അങ്ങ് വന്നു. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബൈൻഡറിന്റെ ബൈൻഡർ വലിച്ചു കെട്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയും ഞാൻ ഇതെന്തായി ഓപ്പറേഷൻ ചെയ്ത RCC ചെന്നപ്പോ അവര് പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുകയാണ്, ഇപ്പം ഇവർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം ക്യാൻസർ സെൽസ് അല്ല, അപ്പൊ നിങ്ങൾ നല്ല ഏതെങ്കിലും ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി കാണും. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഞാൻ പോയപ്പോ ഇതാണ് അവസ്ഥ. ഇനി ഞാൻ എവിടെ പോകുന്നോർത്ത് ഞാൻ ഭാരപ്പെട്ടു. എന്തായാലും ഞാൻ പഴയ തകരാ സാറിനെ തന്നെ പോയി സർജനെ പോയി കണ്ടു. സാറ് ജനറൽ ഹോസ്പിറ്റലിലെ മെയിൻ ഒരു സർജനാണ്. സാറ് പറഞ്ഞു നമുക്ക് ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ സർജറി ചെയ്താലേ പറ്റുള്ളൂ, ഇയാൾക്ക് ഇത്രയും സർജറി വയറിൽ എടുത്തേക്കുന്ന കാരണം ഭയങ്കര ഹൈ റിസ്ക് ആണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ചെയ്യാതിരിക്കാനും ഒക്കില്ല. വയറിൽ ഒരു കുഞ്ഞ് നിൽക്കുന്ന പോലെ ഗർഭാവസ്ഥയിൽ സൈഡിൽ തള്ളി നിൽക്കുന്ന പോലെ വയറങ്ങ് വല്ലാതെ തള്ളി വരുന്നൊരവസ്ഥയായി. എന്തായാലും മാർച്ച് 20-ാം തീയതി
വീണ്ടും ഇപ്പോൾ ഈ മാസം ഈ വർഷത്തെ മാർച്ച് 20 വലിയൊരു ഓപ്പൺ സർജറി പിന്നെയും ചെയ്തു. അനസ്തേഷ്യ തന്നു. അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെയും ദൈവത്തിന്റെ കരുതൽ കൂടുതലുണ്ടായിരുന്നു. 45ഓളം സ്റ്റേപ്ലർ വയറിൽ ഉണ്ടായിരുന്നു. അത്രത്തോളം വയറ് ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്താണ് ചെയ്തത്. ഇപ്പോഴും മെഷ് ഇട്ടിരിക്കുകയാണ്. 5 മാസം കഴിഞ്ഞു. ദൈവമാണ് ഇത്രയും എന്നെ ബലപ്പെടുത്തിയത്. കർത്താവിന്റെ കരം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ഞാനൊരു അത്ഭുതമാണ് പലർക്കും. കാരണം ഇത്രയും ശരീരത്തിനകത്ത് ഞാൻ എടുത്ത മരുന്നുകളില്ല. എന്റെ വയറിനകത്ത് ഫുള്ള് 3-4 പ്രാവശ്യം ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇപ്പോൾ സ്വർഗത്തിലെ തമ്പുരാന് എന്നെ ഇത്രത്തോളം നടത്തി. കർത്താവിന്റെ കരം ഉള്ളത് കൊണ്ട് മാത്രമാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. അനേകർക്ക് എനിക്കൊരു സാക്ഷ്യമുള്ളതായി തീരുവാൻ തക്കോണം ദൈവം എന്നെ നടത്തുന്ന ഒരു വലിയ ഒരു കൃപയ്ക്കായിട്ട് ഞാൻ ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. കാരണം മരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഇന്ന് ദൈവം എന്നെ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. ഒരു കുഞ്ഞ് ലഭിക്കയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ഒരു കുഞ്ഞിനെ എനിക്ക് തന്നു. എന്റെ മോക്ക് ഇപ്പം 9 വയസ്സിനോട് 4ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. അവളെ വളർത്തുവാനും അവൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. പിന്നെ ആരോഗ്യ സംബന്ധമായ ഓപ്പറേഷൻ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശരീരത്തില് എന്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് ഡോക്ടേഴ്സ് എന്റെ അടുത്ത് കീമോ ചെയ്തപ്പോ തന്നെ എന്റെ പീരിയഡ്സ് ഒക്കെ എന്ന് വെച്ചാൽ യൂട്രസ് ചുരുങ്ങി മെനോപോസായി പീരിയഡ്സ് നിന്നു. ഇത്രയും നാള് ദൈവം എന്നെ നിർത്തി. ഒരു തലമുറയെ തന്നിട്ടാണ് ദൈവം ഇതെല്ലാം ചെയ്തത്. സ്വർഗത്തിലെ തമ്പുരാൻ, ഞാൻ പലരോടും പറഞ്ഞു, പലർക്കും തലമുറകളില്ലാതെ ഭാരപ്പെടുമ്പോൾ ഞാൻ പറയും എന്റെ വയറിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ തമ്പുരാൻ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കുക തന്നെ ചെയ്യും, ഏതവസ്ഥയിൽ കൂടെ പോയാലും. കാരണം പലരും പറഞ്ഞ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കും, കുഞ്ഞുങ്ങളില്ല അതൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കും, കർത്താവെ, തമ്പുരാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ നന്മകളെ ഓർക്കുമ്പോഴാണ് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ അന്ന് ഈ ക്യാൻസറിന്റെ സെൽസ് കണ്ട് അവർ ഡോക്ടേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ അവർ പൂർണ്ണമായിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് മാറ്റുമായിരുന്നു. എന്നെ മാത്രമേ ഒരു സേവയുള്ളായിരുന്നു. പക്ഷെ അവിടെയും ദൈവം മറച്ചു. തന്റെ കൈകളിൽ അവൻ നമ്മളെ സൂക്ഷിക്കുന്നെന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു ദൈവം ഒരു കുഞ്ഞിനെയും തന്നു. എന്റെ ശരീരത്തിൽ പല പല വിഷയങ്ങള് പല രീതിയിൽ സ്റ്റെപ്പിൽ കൂടെയാണ് ഞാൻ പല സ്റ്റെപ്പിലാണ് ഞാൻ കടന്നുപോയത്. അവിടെ എല്ലാം ദൈവം ഓരോ ദൂതന്മാരെ, ഓരോ വ്യക്തികളെ എനിക്ക് മുൻപായി നിർത്തി എന്റെ കാര്യങ്ങളെല്ലാം ദൈവം ഭംഗിയായിട്ട് നടത്തി തന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഇത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം നമ്മുടെ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ എന്റെ കൂട്ടു സഹോദരനിൽ നിന്ന് മാറിപ്പോയി. പിന്നെ എന്റെ ജീവിതം എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടൊരു ജീവിതമായിപ്പോയി. മാനസികമായിട്ട് ഞാൻ തകർന്നുപോയി. കുഞ്ഞിനെ വളർത്തണം, എന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ സഭ, എന്നെ അറിയുന്ന അനേക വിശ്വാസ സമൂഹങ്ങള്, എന്റെ കുടുംബം, പിന്നെ പ്രാർത്ഥന. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ ദൈവം എന്നെ കൊണ്ടെത്തിച്ചത്. ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം അത് നടത്തുക തന്നെ ചെയ്യും. ഞാൻ അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരൊറ്റ സാക്ഷ്യമാണ്, ദൈവം തരുമെന്ന് പറഞ്ഞാൽ ഏത് കഷ്ടതയുടെയും ഏത് പ്രതികൂലത്തിന്റെ മധ്യയും ദൈവം നമ്മളെ നടത്താൻ ശക്തനാണ്. കാരണം ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്നെ കാണാമെന്നൊരു വ്യക്തിയുണ്ട്. കുമ്പനാട് ഹെബ്രോണിൽ ബൈബിൾ കോളേജിൽ ഞാൻ കുറച്ച് നാൾ പഠിച്ചതാണ്. അപ്പൊ എന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ അച്ചായനും ഭാര്യയും കൂടെ പാസ്റ്റർ പറഞ്ഞു വിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. വരുമ്പോ പുള്ളിക്കാരി എന്റെ ഈ കിടപ്പ് കണ്ടിട്ട് വിട്ട് കരഞ്ഞാണ്ടാണ് കയറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. പിറ്റേ ദിവസം പുള്ളിക്കാരി തിരിച്ച് നാട്ടിൽ പോയി. പിറ്റേ ആഴ്ച പുള്ളിക്കാരിക്ക് പെട്ടെന്ന് പനി വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. ഞാൻ മുകളിലത്തെ നിലയിലും RCCയിൽ, പുള്ളിക്കാരി താഴത്തെ നിലയിലുമായിരുന്നു. ഞാനങ്ങനെ പുകഴ്ചാലും നമ്മൾ മനുഷ്യരാണ്, നാളെ എന്തും സംഭവിക്കാം. പക്ഷെ പുള്ളിക്കാരി 90 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും എന്നെ കാണാമെന്ന വ്യക്തിയാണ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതോടെ കേട്ടപ്പോ എനിക്ക് മാനസികമായ ഭാരം ഉണ്ടായി. കാരണം ദൈവമേ, നാളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡോക്ടർ എന്നോട് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം എന്നോടൊരു കരുണ കാണിച്ചു. ദൈവത്തിന്റെ കരുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ അവസാനത്തോളം ദൈവത്തിന് വേണ്ടി തന്നെ നിലകൊള്ളണം, അനേകർക്ക് ഒരു സാക്ഷ്യമുള്ളതായി തീരണം. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനകള്, ബുദ്ധിമുട്ടുകള്, ഇതൊക്കെ എനിക്കിപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചിന്തിക്കും, ഇതൊക്കെ എങ്ങനെ സഹിപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. ഓരോ ദിവസവും എങ്ങനെ ഞാൻ സഹിക്കുമെന്ന് ഓർത്ത് ഞാൻ ഭാരപ്പെട്ടു. പക്ഷെ ഇതൊക്കെ ഞാൻ ഓരോ എപ്പിസോഡുകളായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ എനിക്ക് സഹിക്കാം. പക്ഷെ സ്വർഗത്തിലെ തമ്പുരാൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് വളരെ ലഘുവായിട്ട് തോന്നിയത്. ഈ അവസ്ഥകളിൽ കൂടെ ഒന്ന് RCCക്കകത്ത് കയറുമ്പോഴറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ.
പക്ഷെ ദൈവം അവിടെ നിന്നെല്ലാം വിടുവിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ച് അനേകരുടെ മധ്യ ഒരു സാക്ഷ്യമുള്ളവളാക്കി തീർത്ത് ദൈവം നിർത്തിയിരിക്കുന്നു. ഞാൻ എന്റെ മോളുണ്ട്, അവള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്വർഗത്തിലെ തമ്പുരാൻ അവളെ വളർത്തുവാനുള്ള ആരോഗ്യവും ബലവും കൃപയും എനിക്ക് തന്നിരിക്കുന്നു. പിന്നെ ഇത്രത്തോളം നിങ്ങളോടൊക്കെ അത് ഷെയർ ചെയ്യാനും ദൈവമക്കളോട് അത് പറയുവാനും ദൈവം ചെയ്ത നന്മകളെ അനേകരുടെ മധ്യ ലജ്ജ കൂടാതെ പറയുവാൻ തക്കണം ദൈവം നിർത്തിയിരിക്കുകയാണ്. എന്റെ കുടുംബം, എന്റെ പപ്പായുടെ കുടുംബത്തിലും എന്റെ അമ്മയുടെ കുടുംബത്തിലും സത്യം പറഞ്ഞാൽ ഇതുപോലെ അനേകരുടെ മധ്യ ഒരു സാക്ഷ്യം അവരുടെ മുമ്പിലും പറയുവാൻ തക്കണം ദൈവം എന്നെ തെരഞ്ഞെടുത്തത് എന്നെയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സത്യദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ആ ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് അവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യാണ്. ഇന്ന് നിങ്ങളോട് അത്ര ഷെയർ ചെയ്യാൻ പറ്റിയതും വലിയ സന്തോഷമായിരിക്കുന്നു. ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ പെയിൻഫുള്ളായിട്ടുള്ള വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ പ്രിയ സിസ്റ്റർ കടന്നുപോയി. എന്നാൽ കർത്താവ് കൂടിയിരുന്നു. വേദനകളുടെ നടുവിലും കർത്താവിൽ ബലപ്പെടുവാൻ സഹായിച്ചു. ഇന്ന് ഒരു സാക്ഷ്യം ദൈവസന്നിധിയിൽ പങ്കുവെക്കുവാൻ തക്കോണം കർത്താവ് വിടുവിച്ചെന്ന് സഹായിച്ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സിസ്റ്ററിൻ്റെ പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചത്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യമോ അവിടുത്തെ കൃപയും ദൈവമക്കളുടെ പ്രാർത്ഥനയും ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയുകയില്ല. പ്രിയ ലിൻ സിസ്റ്ററിനെ കർത്താവ് അങ്ങനെ കൃപ നൽകി അതിജീവിക്കുവാനുള്ള ബലം നൽകി നമ്മുടെ മുമ്പിൽ ഇന്ന് കൊണ്ടെത്തിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും കർത്താവ് സഹായിക്കട്ടെ. അനേകർക്ക് ഒരു അനുഗ്രഹമായി നിൽക്കുവാൻ തക്കണം. അനേകരോട് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ തക്കണം. സമാനമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ഹോപ്പ്, ഒരു പ്രത്യാശ നൽകുവാൻ തക്കണം കർത്താവ് പ്രിയ സിസ്റ്റർ ഉപയോഗിക്കട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന സിസ്റ്റർ. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സിസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനാണോ പാസ്റ്റർ പറഞ്ഞത്? അതെ സിസ്റ്ററെ, മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം 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 ആക്കുന്നു സ്വർഗസ്നായ പിതാവേ കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവേ ദൈവമേ, എന്റെ ദേവദാസനും ദൈവവാസിയോടൊപ്പം നിയമിച്ചിരുന്ന് കർത്താവെ എന്റെ വിഷയങ്ങളെ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവയിടയാക്കി കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പൈതൽ പ്രായം മുതൽ ഇന്ന് വരെയും കർത്താവിനെ വഴി നടത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയാണ്. കർത്താവെ, പലവിധമായ ജീവിത ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോഴും കർത്താവിനെ ഒരിക്കലും മറന്നില്ല. കർത്താവിന്റെ ഉള്ളം കരങ്ങളിൽ എന്നെ താങ്ങിയതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവ്, ഞാൻ പലർക്കും ഒരു അത്ഭുതമാകുന്നു. കർത്താവ്, നീയല്ലോ എന്നെ കർത്താവ് നിൽക്കുമാറാക്കിയത്. സ്വർഗത്തിലെ തമ്പുരാനെ, ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവ് ഇത്രത്തോളം ദൈവം ഒരു പരിചയ കൊണ്ടെന്ന പോലെ കർത്താവ് അതിനെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അടിയന്റെ ജീവിതത്തിലെ കർത്താവെ അനുഭവിച്ചതായ ഓരോ വിഷയങ്ങളും ദൈവമേ കർത്താവ് അവിടെയൊക്കെയും കർത്താവ് എന്നെ ഇത്രത്തോളം വഴി നടത്തി അത്ഭുതകരമായി ദൈവം നാം നിർത്തിയതിനെ കുറിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് സാക്ഷ്യമായി പറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി അതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവ്, ഇത് കേൾക്കുന്ന കർത്താവെ അനേകരുണ്ട്. കർത്താവെ ദൈവമേ, ആ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബജീവിതത്തിൽ നഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ സ്വർഗത്തിലെ തമ്പുരാൻ ദൈവം സമയമാവുമ്പോഴേക്കും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്ന് അവരെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭപാത്രങ്ങളെ കർത്താവ് തുറക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണല്ലോ. കർത്താവെ ദൈവമേ, രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ കർത്താവ് ശക്തനാണല്ലോ. കർത്താവെ ദൈവമേ, ദൈവിക സമാധാനം കൊടുക്കുവാൻ ദൈവം കർത്താവെ കൃപയുള്ള ദൈവമാണല്ലോ. കർത്താവെ ദൈവമേ, കണ്ണുനീർ കാണുമ്പോൾ കർത്താവ് മറികടന്നു പോകുന്ന ദൈവമല്ല. ദൈവം ഞങ്ങളെ മധ്യേ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ്. കർത്താവെ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ കൂടെ കർത്താവ് നാളെ എന്താകുമെന്ന് ഓർത്ത് കർത്താവെ വിഷമിക്കുന്ന അനേക ജീവിതങ്ങൾ ലോകത്തുണ്ട്. കർത്താവെ ദൈവമേ, എന്റെ ഈ സാക്ഷ്യം കർത്താവ് അനേകർക്ക് ഒരു ആശ്വാസവും ബലവും വിടുതലുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം രക്ഷിക്കുന്നവരായി ഇന്നും ഉണ്ടെന്ന് അനേകർക്ക് കർത്താവ് ഒന്നും കൂടെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയാണ്. കർത്താവെ ദൈവമേ, കർത്താവെ അങ്ങയുടെ സന്നിധിയില് ദൈവം ഒരിക്കൽ കൂടെ കടന്നു വന്ന് കർത്താവെ ദൈവത്തെ കർത്താവ് ഒരിക്കൽ കൂടെ രുചിച്ചറിയുവാന് എന്റെ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ ദൈവം കർത്താവെ ഹല്ലേലൂയ, ഒരിക്കലും കർത്താവെ ദൈവമേ ഞങ്ങളെ കണ്ടിട്ട് കാണാതെ മടങ്ങിപ്പോകുന്നവനല്ല എന്ന് ദൈവം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. കർത്താവെ
അനേകർക്ക് ഒരു ആശ്വാസമായി ദൈവമേ, അനേകർക്ക് കർത്താവ് ഒരു അത്ഭുതമായി ദൈവമേ, കർത്താവ് എന്റെ ജീവിതത്തിലും ദൈവം പ്രവർത്തിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവമേ നീ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും കർത്താവ് നന്ദിയുള്ളവളായി തീരുവാൻ ദൈവമേ നീ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുറച്ച് സമയം കർത്താവെ എന്റേതായ ജീവിത അനുഭവങ്ങൾ പറഞ്ഞുവെങ്കിലും ഞാൻ അനുഭവിച്ചതായ വേദനകളിലും ഞാൻ അനുഭവിച്ചതായ കർത്താവ് ഓരോ അവസ്ഥകളിലും എന്റെ അപ്പനെ പോലെ എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളതുണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. ഓരോ വിഷമഘട്ടങ്ങളിലും കർത്താവെ എന്നെ ആശ്വസിപ്പിക്കുകയും പരിപാലിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. ഈ മെസ്സേജ് കേൾക്കുന്ന അനേകർ കർത്താവെ ജീവിതത്തിൽ കഷ്ടതയിൽ കൂടെ കർത്താവ് പ്രയാസത്തിൽ കൂടെ അനേകർ കടന്നു പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ കർത്താവെ ഇന്ന് അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായ ഒരു വിടുതലും ആശ്വാസവും ദൈവർക്ക് കൊടുക്കുമാറാകണമേ കർത്താവെ. ഞാൻ അനുഭവിച്ചതായ സ്വർഗീയ സന്തോഷം, ഞാൻ അനുഭവിച്ചതായ രോഗസൗഖ്യം ദൈവമേ കർത്താവെ അനേകർക്ക് കർത്താവെ ദൈവന് വിടുതലായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ദൈവമേ കർത്താവ് ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവകൃപയിൽ കർത്താവെ ഞാൻ ഒരിക്കൽ കൂടെ ശരണം കർത്താവെ ഏൽക്കുന്നു കർത്താവെ. ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ദൈവമേ കർത്താവെ. ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. മരണത്തിന്റെ താഴ്വര വരെ പോയാലും എന്റെ ദൈവം അവിടെ നിന്ന് കർത്താവെ ഹല്ലേലൂയ പിടിച്ചെഴുപ്പിനേൽപ്പിക്കുന്ന ഒരു ദൈവമാണെന്ന് കർത്താവെ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ രോഗികളായി ഭാരപ്പെടുന്നവര് മാനസികമായി തകർന്നവരുണ്ടെങ്കിൽ കർത്താവെ പൂർണ്ണ ആശ്വാസവും ബലവും എന്റെ ദൈവം ജീവനോടെ കർത്താവെ ഇന്നും ഉണ്ടെന്ന് അനേകർക്ക് പറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണം, ദൈവകൃപയിൽ പൊതിയണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. മാനവ മഹത്വം അങ്ങേക്ക് തന്നെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ നടുവിൽ വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്ററുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് അനുഗ്രഹമാക്കി നടത്തേണ്ടത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ അത്ഭുതകരമായ സാക്ഷ്യമായിരുന്നു. നമ്മുടെ കർത്താവിന് സൗഖ്യം തരാൻ പറ്റാത്ത ഒരു രോഗവും ഇല്ലേ ലോകത്ത്. ആ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. തീർച്ചയായും അനേകരുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം അനുഗ്രഹം വിടുതലുമായി തീരും. പ്രൈസ്.